സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് നൽകിയില്ല. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രിയ ജോസ് പാപ്പച്ചാൻ്റെ അനുഭവങ്ങൾ. ഇന്ന് ക്രൈസ്തവ കൈരളിക്ക് ജോസ് പാപ്പച്ചാൻ്റെ പേര് വളരെയധികം അറിയപ്പെടുന്ന പേരാണ്. ഇൻട്രഡക്ഷനുകളുടെ ആവശ്യമില്ലാതെ അറിയപ്പെടുന്ന പേരാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ ആസാദി ടി വിയിലൂടെ കൊണ്ടുവരുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കൊന്നിച്ചൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൊണ്ട് അടുത്തുവരുവാൻ തൊക്കണം. വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് പ്രിയ പ്രേക്ഷകർക്കായി ഞങ്ങൾക്ക് പങ്കുവെക്കുവാൻ തൊക്കണം. അവിടുന്ന് ചെയ്ത ഉപകാരത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവേ, ഈ സാക്ഷ്യ ശുശ്രൂഷ അനേകർക്കൊരു അനുഗ്രഹത്തിന് കാരണമായി തീരണം. പ്രിയ പാസ്റ്റർ ജോസ് പാപ്പച്ചാൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കൊരു ആത്മീക ബലത്തിന് കാരണമായി തീരണം. സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന ദാസനെ ആണിപ്പാടുള്ള കരങ്ങളിൽ ഉപയോഗിക്കണം. വൻകാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാ മാനവും മുഖത്തോടത്തേക്ക് തരുന്ന കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന സമയം മുതൽ ഞങ്ങളുടെ ആശ്വാദ പ്രാർത്ഥന വരെ പ്രത്യേകമാകുന്ന അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം, അനുഗ്രഹം ഉണ്ടാകണം. കർത്താവെ, സഹായിച്ചാട്ടപ്പ. എല്ലാ മാനവും മുഖത്തോടത്തേക്ക് യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമായി പ്രിയപ്പെട്ട ജോസ് പാപ്പച്ചാൻ മാറിയിരിക്കുന്നു. കേവലം ക്രൈസ്തവരുടെ ഇടയിൽ മാത്രമല്ല, സെക്കുലർ മാധ്യമങ്ങളിൽ പോലും പലപ്പോഴും നാം കേൾക്കുന്ന ഒരു പേര്. ക്രിസ്തീയ സഭ നേരിടുന്ന കഷ്ടാനുഭവങ്ങൾക്ക്, പീഡാനുഭവങ്ങൾക്ക് ഒരു ഉദാഹരണമായി, ഒരു പര്യായമായി മാറിയിരിക്കുന്ന പേര്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ് പാപ്പച്ചാനെ നമ്മൾ ആസാദിയുടെ വി വിറ്റ്നസിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അച്ഛ. പ്രൈസ് ലോർഡ്. സന്തോഷമായിട്ടിരിക്കുന്നേ. ഒത്തിരി സന്തോഷമുണ്ട് അച്ഛൻ ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വന്നതിൽ. എനിക്കൊന്നും നമ്മൾ തമ്മിൽ കോവിഡ് കാലം മുതലേ പരിചയമുണ്ട്. അച്ഛൻ ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. അച്ഛൻ ഒരിക്കൽ ബീഹാറിലായിരുന്നപ്പോൾ ഒരു ബ്ലൈൻഡായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ അവിടെ ആ കാലത്തുണ്ടായിരുന്നു. ആ കൂട്ടായ്മയ്ക്ക് അങ്ങനെ നമ്മളൊന്ന് പരിചയപ്പെട്ടതാണെന്ന് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ, ഒരു 4 വർഷമായെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് ജീവിതത്തെ മാറ്റിമറിച്ച് ഒത്തിരി സംഭവങ്ങളുണ്ടായതല്ലേ? അതെ, ദൈവത്തിന് സ്തോത്രം. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പ്രേക്ഷകരോട് പറയുമായിരുന്നു, പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ഇന്ത്യയിലെ പെർസിക്യൂഷനെക്കുറിച്ച് ഉള്ള വാർത്തകൾ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് മാധ്യമം, ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ അല്ല, പെർസിക്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന വളരെ പ്രസിദ്ധമാകുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിൽ അച്ഛൻ്റെ ഫുൾ സ്റ്റോറിയുടെ ഒരു ആർട്ടിക്കിൾ ഞാൻ കണ്ടു. എനിക്ക് വലിയ അത്ഭുതം തോന്നി. അതായത് ഒരു ഇൻ്റർനാഷണൽ മാധ്യമത്തിൻ്റെ അകത്ത് ആ ഒരു ഫുൾ സ്റ്റോറി, ജീവിതാനുഭവങ്ങളൊക്കെ പറയുന്ന ഒരു സ്റ്റോറി കണ്ടു. എനിക്ക് നേരത്തെ തൊട്ട് അച്ഛനെ നമ്മുടെ ചാനലിൽ വിളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നേരത്തെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ അന്ന് കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളോർത്തു എന്നാൽ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് ഓർത്തു. ഇന്നാണ് അതിനൊരു സാഹചര്യം ഒരുങ്ങിയത്. ഒരു പ്രാവശ്യം നന്ദി പറയുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അച്ഛൻ ഇപ്പം നാട്ടിലല്ലേ? ഇപ്പം ഞങ്ങൾ നാട്ടിലെവിടെയാ അച്ഛാ? നാട്ടിലിപ്പോൾ ഞങ്ങൾ ഇരവിപേരൂർ പൊയ്യപ്പടി എന്ന് പറഞ്ഞ സ്ഥലം. ഇരവിപേരൂരാ, തിരുവല്ല കൊമ്പനാടിനടയ്ക്കായിട്ട്. ശരി. അപ്പം ഇരവിപേരൂരാണോ സ്വദേശമെന്ന് പറയുന്നത്? ആ ഏരിയയൊക്കെ ആണോ? ഇപ്പൊ ഞാൻ റെന്റിലാ താമസിക്കുന്നത്. ജനിച്ചു വളർന്നൊക്കെ എവിടെയാ? ഞാൻ ജനിച്ച് പറ്റിയാർ മാവേലിക്കര മാതാപിതാക്കളുടെ ആദ്യത്തെ സന്താനം ആയതുകൊണ്ട് അവിടെ ജനിച്ച്. ശരി. പക്ഷെ വളർന്നേക്ക് വടക്കേന്ത്യയിലായിരുന്നു. ഓ, അത് ശരി. ഇപ്പൊ മാതാപിതാക്കളും വടക്കേന്ത്യയിലായിരുന്നോ? അവര് വടക്കേന്ത്യയിലായിരുന്നു, യു പിയിൽ. ഓ ശരി. അപ്പോൾ ചെറിയ പ്രായം മുതലേ വടക്കേന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദിയുമായിട്ടൊക്കെ നല്ല ബന്ധമല്ലേ? ഹിന്ദിയാണ്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയോണ്ട് അത്ര ലാംഗ്വേജ് പെർഫെക്റ്റ് ആണെന്ന് പറയാനൊക്കത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങൾക്ക് കുടുംബത്തെക്കുറിച്ച്, കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്ന് പങ്കുവെക്കുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടാനുള്ളൊരു മുഖാന്തരമാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ അച്ഛൻ്റെ കുടുംബത്തെക്കുറിച്ച്? പേര് ഇ.ടി. പാപ്പച്ചൻ, മമ്മിയുടെ പേര് ആലിസ് ഫേബ. എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. എൻ്റെ ഫാദർ രേണുക്കുടിലെ ഹിൻഡാൽ ബിർലയുടെ കമ്പനിയിൽ ഹിൻഡാൽക്കോരോ
സ്റ്റീൽ ആൻഡ് അലുമിനിയം കോർപ്പറേഷൻ ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ ജനറൽ ഫോർമാൻ ആയിരുന്നു. അതേ ബിർളയുടെ ഹോസ്പിറ്റൽ മമ്മി ലാബ് ടെക്നീഷ്യൻ ആയിട്ട് ജോലി ചെയ്യുമായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ബ്രദറും ബാക്ക്ഗ്രൗണ്ടിലാണ് വളർന്നത്. പക്ഷേ ഞങ്ങളുടെ വീട്ടില് ആരാധന പ്രാർത്ഥനയൊക്കെ നടക്കുമായിരുന്നു. ബ്രദറുകാരുടെ മൂപ്പന്മാരൊക്കെ വന്ന് സ്പെഷ്യൽ മീറ്റിംഗ് ഒക്കെ നടക്കുമായിരുന്നു. പക്ഷെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ അത്ര നല്ലതല്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് തമ്മിൽ ചേർച്ചയില്ലാത്ത അവസ്ഥ ഉണ്ട്. പിന്നെ ഇപ്പം പിന്നെ അവര് ഞങ്ങൾ ഇവര് 77 അവിടെ നിന്ന് വിട്ട് കുവൈറ്റിൽ പോയി. കുവൈറ്റിൽ പോയപ്പോൾ ഞങ്ങളെ രാജസ്ഥാനിലെ കോട്ട ഇമ്മാനുവൽ മിഷൻ അറിയാമായിരിക്കുമല്ലോ, ഡോക്ടർ എം എ തോമസ്. അവര് ഹോസ്റ്റലൊക്കെ തുടങ്ങുന്നു പറഞ്ഞ് പരസ്യമൊക്കെ വിട്ടായിരുന്നു. പക്ഷേ ഹോസ്റ്റൽ തുടങ്ങിയിട്ടില്ലായിരുന്നു. എം എ തോമസിന്റെ അനിയൻ അബ്രഹാം തോമസിന്റെ വീട്ടിലാണ് ഞങ്ങൾ കുറച്ച് കാലം നിന്ന്. പിന്നെ അവിടുന്ന് പിന്നെ ഇവര് 79 ഇവർ രണ്ടുപേരും മാതാപിതാക്കൾ സെപ്പറേറ്റഡ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പല വീടുകളും പല ഹോസ്റ്റലുകളും ഒക്കെ വളർന്ന്, എസ്പെഷ്യലി സ്കൂൾ എന്ന് പറഞ്ഞാൽ കാത്തലിക് സ്കൂളും ഹോസ്റ്റലും. അതുകൊണ്ട് ദൈവത്തോട് അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു. ഇങ്ങനെ വളർന്നു. പക്ഷെ ദൈവ കൃപയാൽ ചുരുക്കി പറഞ്ഞാൽ ആ ബാല്യകാലം വളരെ വേദനകൾ നിറഞ്ഞ ഒരു അല്ലെ, അസ്വസ്ഥതകൾ നിറഞ്ഞൊരു ബാല്യകാലമായിരുന്നു അല്ലേ? ആക്ച്വലി എനിക്ക് പാരന്റൽ കെയറിന്റെ ഒത്തിരി കുറച്ചുകൂടെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് മാതാവില്ല, പിതാവില്ല. എനിക്കും നേരെ പെങ്ങൾക്കും പേരിലുണ്ട്, അങ്ങനെ ഇല്ല. അങ്ങനത്തെ ശരി അച്ഛാ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്നെ ഒരു ആത്മീക ചിന്തയിലേക്ക് കർത്താവുമായിട്ട് കൂടുതൽ അടുക്കുവാനൊക്കെ ഇടയായ അനുഭവമൊക്കെ കേൾക്കണം. അപ്പം ചെറിയ പ്രായം മുതലുള്ള അനുഭവം അച്ഛനെ പറയാം കേട്ടോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. എന്റെ വിശ്വാസവും അങ്ങനത്തെ ഒരു വലിയ ദൈവത്തോട് അങ്ങനെ വലിയ അടുപ്പവും ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് യോനാടോട്ട് എപ്പോഴും ഓടി നടക്കുന്ന വ്യക്തിയായിരുന്നു. ദൈവം ഇല്ലാന്ന് പറഞ്ഞ് നടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് ഞാൻ ഉദാഹരണം വേണ്ടതായിരുന്നു. ഈ ഫാർമസി പഠിച്ചായിരുന്നു. അന്നേരം ഡിഫാം. അന്നേരം എൻ്റെ സാറ് ആദ്യത്തെ ഇത് കാര്യം പറഞ്ഞേ, ഡ്രഗ്സ് പറഞ്ഞാൽ അതിന് പൂർണ്ണമായിട്ട് മരുന്നിന് പൂർണ്ണമായിട്ട് ഒരു വിടുതൽ കിട്ടത്തില്ല. നമ്മളൊരു തലവേദന ഉണ്ടാകുമ്പോൾ അമ്മത്താഞ്ചനോ അല്ലെങ്കിൽ ടൈഗർ ബാം തേക്കും. അന്നേരം നമ്മുടെ കോൺസെൻട്രേഷൻ എല്ലാം ചൂടില് പൊള്ളൽ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തണുപ്പിൽ. അന്നേരം അപ്പൊ തലവേദന മാറി. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ തിരിച്ചും തലവേദന ഉണ്ടാവും. അത് വെച്ചാൽ പൂർണ്ണമായിട്ട് റിലീഫ് ഇല്ല എന്നാ പറഞ്ഞ എൻ്റെ അർത്ഥം. അതുപോലെ ഞാൻ പറയാറുണ്ട്, നമ്മൾ ആരാധന പോകുമ്പോൾ 2 മണിക്കൂർ അവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ ആരാധനയിലൊക്കെ നമ്മൾ ലയിച്ചിരിക്കുമ്പോൾ നമ്മളുടെ വിഷമവും പ്രയാസവും എല്ലാം മറന്ന് അങ്ങനെ നമ്മൾ ആരാധിക്കുക. അല്ലെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും അറിയുന്നില്ല. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ അത് തന്നെയാണ്. അതുകൊണ്ട് ദൈവം ഇല്ലാന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെ പറയാൻ ദൈവം അങ്ങനെ അനുവദിക്കത്തില്ലായിരുന്നു. എങ്ങനെയല്ല തിരിച്ച് ദൈവ ജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവരുമായിരുന്നു. പിന്നെ എങ്ങനെയോ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു ദൈവം. പിന്നെ ആക്ച്വലി ന്യൂ ലൈഫ് ബൈബിൾ കോളേജ് ഡോക്ടർ ജോൺ താനിക്കലിന്റെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയി. ആക്ച്വലി പഠിക്കാൻ പോയെന്ന് പറഞ്ഞാൽ ദൈവവേലയ്ക്ക് സമർപ്പണമായിട്ടൊന്നും അല്ല പോയെ, ചുമ്മാ ഒരു നോളജ് കിട്ടണം. അന്നേരം അങ്ങനെ ഒരു ആത്മീയ ജീവിതം അല്ലായിരുന്നു. പിന്നെ ഇങ്ങനത്തെയൊക്കെ ബാക്ക്ഗ്രൗണ്ടും പിന്നെ കുറച്ച് ഹാൻഡിക്യാപ്ഡ് അതിൻ്റെ സൗഭാഗ്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ 2005 കുമ്പനാട് പഠിക്കാൻ പോയി. IBCയിൽ പഠിക്കാൻ പോയി. 2008 ഗ്രാജുവേറ്റ്. 2013 ഗ്രാജുവേറ്റ് ആയി. ഞാൻ മാതാപിതാക്കൾക്ക് ഏക മകനായിട്ടും എനിക്ക് 2 സഹോദരിമാർക്ക് ഏക സഹോദരനായിട്ടും എനിക്ക് നാട്ടിലും വീട്ടിലും സമൂഹത്തിലും ദേശത്തിലും ഒരു വിലയില്ലാത്തായിരുന്നു. സഭയിലും വിലയില്ലാത്ത എന്നെ ലോകമെല്ലാം കണ്ടിരുന്ന ഒരു പൊട്ടന, വട്ടന, പോക്കരിയ, തെമാടിയ എന്നായിരുന്നു. പക്ഷെ ദൈവ കൃപയാലും ബൈബിളിലെ വാക്യമുണ്ടല്ലോ, ബലവാനെ ലജ്ജിപ്പിക്കാൻ ബലീനെ തെരഞ്ഞെടുത്ത്, ബുദ്ധിമാനെ ലജ്ജിപ്പിക്കാൻ ബുദ്ധിഹീനെ തെരഞ്ഞെടുത്ത്. അതുപോലെ ദൈവ കൃപയാല എന്നെ ദൈവം എന്നെ നിർത്തിയേക്കുന്നത്. പിന്നെ ശരി തുടർന്ന് പറയാ. അതായത്
ബൈബിൾ കോളേജിലൊക്കെ പഠിക്കാൻ പോയെങ്കിലും ആളുകളെല്ലാം ചിന്തിച്ചിരുന്നത് ഇയാളൊരു ഉഴപ്പൻ അല്ലേ, അങ്ങനെ ചിന്തിച്ചിരുന്നത്. ഇവനെ കൊണ്ട് ഒന്നത്തിന് കൊള്ളത്തില്ല, യൂസ്ലെസ് എന്നാണ് കരുതി. ആ സമയങ്ങളിൽ വിവാഹം കഴിഞ്ഞിരുന്നോ? ആ വിവാഹം കഴിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പോയത്. 2013 ഞങ്ങൾ ദൈവവേലയ്ക്ക് കയറി. അന്നേരം ഞങ്ങൾക്ക് അങ്ങനെ, എനിക്ക് അങ്ങനെ വിലയില്ലായിരുന്നു. ഞങ്ങള് 2013 ദൈവവേലയ്ക്ക് ഇറങ്ങുമ്പോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ തൊട്ടേ ദൈവവേലയില്, ഞാൻ അതിന്റെ മുമ്പേ ദേവദാസന്മാരുടെ ട്രാക്റ്റും ഒക്കെ കൊടുക്കാൻ പോകുന്നുണ്ടായിരുന്നു, ഹൗസ് വിസിറ്റിങ്ങും. പക്ഷെ അങ്ങനെ ഒരു വലിയ സമർപ്പണം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചോട്ടെ, അച്ഛന് സെക്കുലർ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നോ അതിനു മുമ്പ്, ഈ ബൈബിൾ കോളേജിലൊക്കെ വരുന്നതിന് മുമ്പ്? ണ്ട്. പക്ഷെ അതിൽ ഒരു ഉയർച്ച ലഭിച്ചിട്ടില്ല. ഒരിടത്തും നിൽക്കാനൊത്തില്ല. ഒന്ന് അവർ പറഞ്ഞു വിടും, അല്ലെങ്കിൽ ഞാൻ വിടേണ്ടി വരുന്നു, അങ്ങനൊക്കെ ആയിരുന്നു. ശരി. അപ്പൊ 2011 ശേഷം ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ആയിട്ടല്ലേ? അതിന് മുമ്പേ ട്രാക്ട് ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുമായിരുന്നു ദൈവവേല. എന്നാലും ദൈവവേലയ്ക്ക് ശരിക്കും ഇറങ്ങുന്ന 2011 തൊട്ടാണ്. അന്നേരം തിരുവല്ല മെഡിക്കൽ മിഷനിലായിരുന്നു ആദ്യത്തെ ഹൗസ് വിസിറ്റിംഗ്. ഹോസ്പിറ്റൽ മിനിസ്റ്റർ ചെയ്യുമായിരുന്നു. ഡോക്ടർ കുര്യനങ്കളുണ്ട്, ചർച്ചകളിലെ റിട്ടയർഡ് അഗ്രികൾച്ചർ പ്രൊഫസറാണ്. ആ ദേവദാസന്റെ കൂടെ ചേർന്ന് അവർക്ക് ഗ്രേസ് മിഷൻ പറഞ്ഞൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അവർ മഹാന്തർ ഹോസ്പിറ്റൽ രോഗികളെ കണ്ട്, രോഗികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി വചനമൊക്കെ പറഞ്ഞ് പിന്നെ ഇവർക്ക് ഒരു കുരിശ് ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അപ്പാർട്ട്മെന്റ്. അതിൽ അവരെ വിളിക്കും, അവർ വരും. അന്നേരം അവർക്ക് വേണ്ടി പിന്നെ പ്രാർത്ഥിച്ച് ആലോചന പറഞ്ഞ് പിന്നെ അവരെ സഭയിൽ കണക്ട് ചെയ്യുമായിരുന്നു. അങ്ങനത്തെ പ്രവർത്തനമായിരുന്നു. പിന്നെ അങ്ങനായിട്ടും എനിക്ക് അങ്ങനെ വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. പിന്നെ ദേവദാസന്റെ പറഞ്ഞപ്പം അമ്പത്തൂർ ചെന്നൈയിലെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ തമ്പി സാറിന്റെ തമ്പി പാസ്റ്ററിന്റെ ഉള്ള പ്രവർത്തനം അവിടെ ചെന്നൈയിൽ അമ്പത്തൂരിലെ സൈലസ് പാസ്റ്ററിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ പോയി. അതെന്ന് പറഞ്ഞാല് സ്ട്രീറ്റ് ചിൽഡ്രന്റെ മധ്യത്തിലുള്ള പ്രവർത്തനമായിരുന്നു. അവര് ഈ ബസ് എടുക്കും. ആ ബസ്സിലെ ഈ സീറ്റ് അറേഞ്ച്മെന്റ്, നമ്മള് ഈ സീറ്റ് ഇപ്പം കമ്പ്യൂട്ടറിലുള്ള കസേരകൾ അറിയാലോ, ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ എഴുതാനൊക്കെ ഉള്ള സൗകര്യങ്ങള്. അങ്ങനെ പിന്നെ ഫ്രണ്ടിൽ ബോർഡ് ഉണ്ടായിരുന്നു. അവരെ അങ്ങനെ ഇവര് സ്ട്രീറ്റ് ചിൽഡ്രൻ ആയതുകൊണ്ട് ഇവർക്ക് അക്ഷരങ്ങളൊന്നും അറിയത്തില്ല. നമ്മൾ അവരെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച്, ആക്ഷൻ സോങ്ങൊക്കെ പഠിപ്പിച്ച് ആഹാരം കൊടുക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു. അങ്ങനെ പലയിടത്തും, ഈ ചെന്നൈയിലെ പലയിടത്തും നമ്മളങ്ങ് പോവായിരുന്നു. എന്നിട്ടും എനിക്ക് വലിയ റോൾ ഇല്ലായിരുന്നു. എനിക്ക് അങ്ങനെ വിശ്വാസം ഇല്ലായിരുന്നു എനിക്ക് വല്ല ചെയ്യാനൊക്കെ. പക്ഷെ എന്റെ റോളെന്ന് പറഞ്ഞാൽ, ഞാൻ ചെല്ലുമ്പോ ഈ പിള്ളേരെല്ലാം ഈ ഈച്ച മധുരം കൂടുന്ന പോലെ എന്നെ കണ്ടപ്പം എല്ലാരും ഓടി വരും. അന്നേരം ഇവരെ എല്ലാം ഞാൻ ബസ്സെ കയറ്റി എടുത്തു. അങ്ങനെ എന്റെ റോൾ അത്ര വലിയ, അങ്ങനെ എന്റെ റോൾ അതേ ഉള്ളായിരുന്നു. എന്നിട്ടും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഞാൻ നോർത്ത് ഇന്ത്യ വളർന്നുകൊണ്ട് നോർത്ത് ഇന്ത്യ പോകണമെന്നായിരുന്നു ആദ്യം തൊട്ടേ താല്പര്യം. അങ്ങനെ പത്മ മുതലിയാർ സിസ്റ്റർ അറിയാലോ, ആ ദേവദാസി എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അന്നേരം ദേവദാസിയോട് സംസാരിച്ചപ്പം ദേവദാസി 2 ഓപ്ഷൻ തന്നു. ഒന്ന് ശ്രീലങ്കയിൽ പോയി പ്രവർത്തിക്കാൻ, അന്നേരം മക്കളെ വല്ല ഹോസ്റ്റലാക്കണം. ഞാൻ അതിനെ താല്പര്യപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു അന്നേരം അവര് പറഞ്ഞു ബീഹാറിൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ, ജെയിംസിന്റെ കൂടെ അഗസ്റ്റിൻ ജപകുമാറിന്റെ പ്രവർത്തനത്തിലോട് കണക്ട് ചെയ്തായിരുന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യ പോവാൻ. അപ്പൊ ബീഹാറിലെ അഗസ്റ്റിൻ ജപകുമാറിന്റെ കൂടെ ആയിരുന്നു ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളൊക്കെ അല്ലേ? റെഡ് ലൈറ്റ് സ്ത്രീകളുടെ റിഹാബിലേഷന്റെ പ്രവർത്തനമായിരുന്നു. അതിനെ അവർ പീപ്പിൾ പ്രൊജക്ട് എന്നാ പറയുന്നത്. അതിലെന്താ വെച്ചാൽ 50 പിള്ളേരെ സെലക്ട് ചെയ്യും. ഈ പിള്ളേർക്ക് അറിയാമല്ലോ, മാതാവുണ്ട്, പിതാവ് ഇല്ല. പിതാവ് ഏത് വ്യക്തിയുടെ മകനാന്നോ മകളാന്നോ ഇവർക്ക് അറിയത്തില്ലല്ലോ. ഇവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പിന്നെ ഈ പിള്ളേരെ ഞങ്ങളെടുത്ത് പിതാവിന്റെ പേര് ഇവർക്ക് അറിയാത്തതുകൊണ്ട്
ഞങ്ങൾ ഇവരെ ഞങ്ങൾ തന്നെ പേര് കൊടുക്കും, ഫൂൽചന്ദോ റൂപ്ചന്ദ്. റൂപ്ചന്ദ് പറഞ്ഞാൽ റുപ്പിയുടെ ഷോർട്ട് ഫോം. അങ്ങനെ ആക്കി. പിന്നെ ഇവിടെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഉണ്ടാക്കും. ഇവരെ നിർബന്ധമായിട്ട് സ്കൂളിൽ വിടും. ഈ ആൺപിള്ളേരാണെങ്കിൽ ആൺപിള്ളേർക്ക് ഒരു വിലയില്ല. അവരാണെങ്കിൽ ചെറിയ പ്രായത്തൊട്ട് വട്ടും കളിച്ച് പട്ടവും പറപ്പിച്ച് മീനൊക്കെ പിടിച്ച് പിന്നെ ബീഡിയും ഒക്കെ വലിച്ച് നടക്കും. ഈ പെമ്പിള്ളാരെ പ്യൂബറിറ്റി സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് ഈ ലൈനിലോട്ട് ഇവരെ തിരിപ്പിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അല്ലാതെ ഇവര് സ്കൂളൊന്നും വിടത്തില്ല. ഞങ്ങൾ ഇവരെ നിർബന്ധമായി സ്കൂളിൽ വിടും. പിന്നെ ഈ പെണ്ണുങ്ങളെ ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന പെമ്പിള്ളാരെ ഈ ലൈനിൽ വിടാതെ ഞങ്ങൾ നോക്കും. അങ്ങനത്തെ ഒരു പ്രവർത്തനമായിരുന്നു. പിന്നെ ഇവരും മുഖാന്തരം ഈ സ്ത്രീകളുടെ അടുത്ത് പോയി സുശിക്ഷ അറിയിച്ച് ഇവരെ രക്ഷയിൽ കൊണ്ടുവരുന്ന പ്രവർത്തനമായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇവിടെ കേരളത്തിൽ ഞങ്ങൾ വടക്കേന്ത്യ പോകുന്നവരെ മുമ്പേ ഞങ്ങളുടെ കൂടുന്ന സഭയിൽ ആരോടും പറഞ്ഞില്ല ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്. മക്കളോട് പറഞ്ഞില്ല, മാതാപിതാക്കളോട് പറഞ്ഞില്ല. ഇവർക്ക് ആർക്കും വലിയ സ്നേഹം കൊണ്ടല്ല തടയുന്നത്. അവർ പറഞ്ഞ തടയും. എന്താ വെച്ചാൽ പിതാവിന്റെ ചിന്ത ഇവന് ഈ റബ്ബറും വീടും നോക്കിയിട്ട് ഇവിടെ തോലട്ടെ. മാതാവിന്റെ ചിന്ത എന്റെ ഓരി കിടപ്പുണ്ട്, മക്കളുടെ അവരുടെ ഫ്രണ്ട്സും ബന്ധുക്കാരും ഇവിടെ തന്നെ. അതുകൊണ്ട് അവരെ വിടാൻ സഭയിലെ ദേവദാസന് ഇവനെ കൊണ്ട് എന്തെങ്കിലും കൊള്ളാം. അങ്ങനെ അതുകൊണ്ട് ആരോടും ഞങ്ങൾ പറഞ്ഞില്ല. വീട്ടിൽ നിന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് പോവായിരുന്നു. ഞങ്ങൾ ചെന്നൈയിലെ ട്രെയിൻ മാറുമ്പോഴാ മക്കൾക്ക് മനസ്സിലായി നമ്മൾ വേറെ ഇടത്താ പോകുന്നത്. അന്നേരം ചോദിച്ചു എങ്ങോട്ടാ പോകുന്നത്. അന്നേരം പിന്നെ എന്നോട് ചോദിച്ചു പപ്പ എന്തോ ചെയ്യാൻ പോവാന്ന്. അന്നേരം എന്റെ കണ്ണും തെള്ളിപ്പോയി. അബ്രഹാമിനോട് ഇസാക്ക് ചോദിക്കുന്നു, വിറവുണ്ട്, കത്തിയുണ്ട്, യാഗത്തിന്റെ ആടെന്ത് എന്ന് ചോദിക്കുന്ന പോലെ. പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ ബീഹാറിൽ ഞാൻ നോർത്ത് ഇന്ത്യ പോയ ദൈവത്തിന്റെ ഒരു പ്ലാനും പദ്ധതിയായിരുന്നു. അവിടെ തൊട്ട് ദൈവം എന്നെ വയ്ക്കാൻ തുടങ്ങി. ദൈവകൃപയാല് അവിടെ ഞങ്ങളെ ആക്കിയ സ്ഥലത്ത് ബിൽഡിംഗ് ഇവരെ ഇരുത്താനൊക്കെ ബിൽഡിംഗ് വേണം. പിന്നെ കുക്കിങ്ങിന് സ്റ്റാഫ് വേണം. அந்த ബിൽഡിംഗ് പണി ഒന്നും തീർന്നില്ലായിരുന്നു. ഞങ്ങൾ ബിൽഡിംഗ് പണി പൂർത്തിയാപ്പിച്ചു. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പ്രവർത്തനം ചെയ്യുന്നത്. അവിടെ ദൈവകൃപയാല് പിന്നെ നല്ല രീതിയിൽ നടത്താൻ സഹായിച്ചു. അവർക്ക് ട്രാൻസ്ലേഷൻ ഒക്കെ ഞാൻ ചെയ്യാൻ, എന്നെക്കാളും പഠിത്തമുള്ളവർക്ക് ഉണ്ടായിരുന്നു ട്രാൻസ്ലേഷൻ ചെയ്യാൻ. പക്ഷെ അവർക്ക് സൗത്ത് ഇന്ത്യക്കാർ, പക്ഷെ അവർക്ക് ഹിന്ദി അറിയില്ല. ഹിന്ദി അറിയവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അതുകൊണ്ട് ദൈവകൃപ ട്രാൻസ്ലേഷൻ ചെയ്യാനും പിന്നെ ഭംഗിയായിട്ട് ദൈവകൃപ നടത്തി 2-3 പ്രൊജക്ട് എനിക്ക് തുടങ്ങാൻ സഹായിച്ചു. പെട്ടെന്ന് സൂപ്പർവൈസറായി. പക്ഷേ ശത്രു സാത്താൻ ഒരിടത്ത് നിർത്താൻ സമ്മതിക്കത്തില്ലല്ലോ. അവിടെ ശത്രു പോരാടി എനിക്ക് ചെറിയ ഒരു ആക്സിഡന്റ് ആയി. വയറ്റില് കത്തി കൊണ്ടു. അതെങ്ങനെ കൊണ്ടു എന്ന് പറഞ്ഞാൽ പറയുന്നില്ല. അങ്ങനെ കത്തി കൊണ്ടു പിന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട. അന്നേരം ജെയിംസും അനേകർ പ്രാർത്ഥിച്ചില്ല. എന്റെ കൂട്ടുകാരൻ അങ്ങനെ അനേകർ പ്രാർത്ഥിച്ച ഫലമായിട്ട് തന്നെ ഞാൻ ജീവനോടായിരിക്കുന്നത്. പിന്നെ ജെയിംസ് ഞങ്ങളെ കൈവിട്ടു. പിന്നെ ഇന്ത്യ മിഷൻ ഡോക്ടർ എബി മാത്യുയുടെ പ്രവർത്തനത്തിൽ ചേർന്നു. അവിടെ അന്നേരം മോത്തിഹാരിയിൽ ഞങ്ങളെ സെലക്ട് ചെയ്തു. അവർക്ക് അവിടെ ബൈബിൾ കോളേജ് ഉണ്ട്, സഭ ഉണ്ട്, കൺവെൻഷനൊക്കെ അവിടെ നടക്കുന്നത്. പിന്നെ ആ സമയത്ത് അവർക്ക് ചിൽഡ്രൻസ് ഹോം ഉണ്ടായിരുന്നു. 50 പിള്ളേരുണ്ട്. പിന്നെ ഈ കോമ്പൗണ്ടിൽ തന്നെ ചെറിയ സ്കൂളുണ്ട്. അന്നേരം എന്നെ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടാണ് തിരഞ്ഞെടുത്തത്. എനിക്കാണെങ്കിൽ ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഞാൻ എൻ്റെ മക്കളെ പോലും ABCD ആയി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ ഒരു പദ്ധതി അവിടെ പോയി ഞാൻ പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ സ്കൂൾ തുടങ്ങുന്നത് പറഞ്ഞാൽ 8 തൊട്ട് 1 മണി. 8 തൊട്ട് 1 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് 3 കഴിച്ച് ഫീൽഡിൽ പോയി ഹൗസ് വിസിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട്
ഗ്രാമത്തിൽ പോയി ഹൗസ് വിസിറ്റിംഗ് ചെയ്ത് ഫിലിം കാണിക്കാറ്. ഫിലിം കാണിക്കുന്ന ഹി വിൽ കം അഗൈൻ മെയിൻലി അതായിരുന്നു കാണിക്കുന്നത്. പിന്നെ വേറെ ഫിലിംസ് ഒക്കെ ഉണ്ട്, അതും ഇത് മെയിൻലി ഇതായിരുന്നു കാണിക്കുന്നത്. ഇത് കാണിച്ച് അന്നേരം ജനങ്ങൾ ഗ്രാമത്തിൽ 300-500 ഒക്കെ ജനങ്ങൾ കൂടും. പിന്നെ ഉടനെ തന്നെ VBS നടത്തും. VBS നടത്തി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഹോം ചർച്ച് തുടങ്ങുമായിരുന്നു. മോത്തിയാരി പ്രദേശത്ത് തന്നെ ചുറ്റുപാട് പ്രദേശത്ത് പലയിടത്തും ഹോം ചർച്ച് തുടങ്ങാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ ദൈവം സഹായിച്ചു. അവിടുന്ന് ഞങ്ങള് ട്രാൻസ്ഫർ മേടിച്ചു സുപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അന്നേരം ഞങ്ങളുടെ ചിന്ത എന്ന് പറഞ്ഞാൽ സുവിശേഷം എത്താത്ത സ്ഥലത്ത് പോയി പ്രവർത്തിക്കണം, തന്നെ പോയി പ്രവർത്തിക്കണം. ഇവിടെ ഇന്ത്യ മിഷനിലെ ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നുകൊണ്ട് ചില സമയത്ത് ബൈബിൾ സ്റ്റുഡൻസ് ഒക്കെ വരുമായിരുന്നു. ഒരു സാറും വരുമായിരുന്നു. ഇൻഡിപെൻഡന്റ് ആയി ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലാണ് പോയി. പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അവിടെ ദേവദാസന്മാരെ നിർത്താത്ത സ്ഥലമാണ്. അവിടെയും ഇതുപോലെ തന്നെ പലയിടത്തും ചെയ്തു. പക്ഷെ ഹോം ചർച്ച് തുടങ്ങാനൊത്തില്ല. ട്യൂഷൻ സെന്റർ തുടങ്ങാൻ സഹായിച്ചു. ട്യൂഷൻ സെന്റർ സഹായിച്ചു. പക്ഷെ അവിടെ തൊട്ട് സുവിശേഷ വിരോധികൾ ഗ്രാമത്തിൽ ഞങ്ങളെ തടഞ്ഞു. ഞങ്ങളുടെ പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ട് പോവാ, പോകുന്ന കാറ് നിങ്ങൾ തിരിച്ചു നോക്കിയോ, നിങ്ങളെ പിന്നെ പുള്ളി ഫോട്ടോ എടുത്ത് പറഞ്ഞു, നിങ്ങളിപ്പം പോയില്ലെങ്കിൽ ഇപ്പം പോലീസുകാർ വന്ന് നിങ്ങളെ പൊക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ജനങ്ങൾ പൊക്കും, പിന്നെ നിങ്ങൾക്ക് പ്രശ്നമാകും, പോകാൻ പറഞ്ഞു. ഞങ്ങൾ പോയി. പിന്നെ എവിടൊക്കെ പോകും ഇയാളെ ഞങ്ങളെ പോറ. പിന്നെ പല പ്രാവശ്യം സുവിശേഷ വിരോധികള് ഞങ്ങളെ ആക്രമിക്കാൻ വന്നു. പല പ്രാവശ്യം രക്ഷപ്പെട്ടു. ഒരു പ്രാവശ്യം ഞങ്ങള് ഈ പൂർണിയാലെ ഞങ്ങളുടെ സൂപ്പർവൈസർ, ഞങ്ങളുടെ ഈ സോണൽ പാസ്റ്ററും കുറച്ച് ഗസ്റ്റുമായിട്ട് ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ പോയപ്പം ഒരു വീട്ടിൽ ഹൗസ് ഞങ്ങൾ തരുവാൻ പ്രാർത്ഥിക്കാൻ പോകാനും ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ അവർ പുറത്തിറങ്ങുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നോക്കിയപ്പോൾ ആൾക്കാർ മുളക്കമ്പൂണ്ടൊക്കെ വന്നു ഞങ്ങൾ അടിക്കാൻ. ഞങ്ങൾ വണ്ടി കൊണ്ടാണ് വന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അവരെ 2021 ഞങ്ങൾ സുവിശേഷ വിരോധികളാൽ പിടിക്കപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാ ദേവദാസനൊക്കെ അറിയായിരിക്കും. അതും ന്യൂസിൽ വന്നാലും ഇത്ര ആയില്ലെന്നേ ഉള്ളൂ. ഈ ഒക്ടോബർ മാസം ഇവർക്ക് ദശാര, ദിവാളി, പിന്നെ ചട്ട് പൂജ ഉണ്ട്. അന്നേരം ഈ ഒരു മാസം നമുക്ക് ഗ്രാമത്തില് ഒന്നും പോകാനൊക്കത്തില്ല, ഒരു ഇടത്ത് എങ്ങും പോകാനൊക്കത്തില്ല. നമ്മൾ വീട്ടിൽ തന്നെ. അന്നേരം ഒരു സുവിശേഷം സംബന്ധിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് സുവിശേഷം എന്ന് വെച്ചാൽ ഒന്ന് പ്രാർത്ഥിക്കണം, വെളിയിൽ പോയി ആരെങ്കിലും കണ്ട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കണം, അങ്ങനെ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു മാസം കൊണ്ട് ഇരുന്നുകൊണ്ട് ഇത് തീർന്ന പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ സുവിശേഷ പ്രവർത്തനമായിട്ട് ഇറങ്ങി. ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ പോകാനാ ശ്രമിച്ചേ. പക്ഷെ ആ ഓട്ടോയില് വേറെ ഇരിപ്പുണ്ടായിട്ട് ഗ്രാമത്തിൽ പോകാൻ ഒത്തില്ല. അന്നേരം ഞങ്ങൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാറുണ്ട്. ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. വൈഫ് പറഞ്ഞു, വേണ്ട, നമുക്ക് റെയിൽവേ സ്റ്റേഷൻ, ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്, മെയിൻ റെയിൽവേ സ്റ്റേഷൻ അല്ല. ആ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങള് അധികം ആൾക്കാരില്ല, അല്ലെങ്കിൽ കാണാറില്ല. എന്ന് ഈ പൂജയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമായിട്ട് അടുത്ത ദിവസമായിട്ട് തീരെ കുറവ് ആൾക്കാരാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കുറച്ച് പേരുടെ സുവിശേഷം അറിയിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു വൈഫിനോട്, റോഡിലൊന്നും ആൾക്കാർ അങ്ങനെ ഇല്ല. എന്നിട്ട് വൈഫിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് തിരിച്ചു വന്നു. അപ്പൊ അവള് പറഞ്ഞു, വേണ്ട, നമുക്ക് ഫ്ലൈയറിൽ കയറാം. ഫ്ലൈയറിൽ കയറിയപ്പോ 3-ാമത്തെ വ്യക്തി ഞങ്ങളെ പിടിച്ചു. ഞാൻ ഈ ട്രാക്റ്റൊക്കെ കൊടുക്കുമ്പോ, ഇവിടെ ഈ പ്രദേശത്ത് കൊടുക്കുമ്പോ ആരോടും പറയത്തില്ല ഇത് സുവിശേഷ ട്രാക്റ്റാ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ തമ്പാക്കൊന്നും ഒക്കെ വിടുതൽ പ്രാപിക്കാനുള്ള ഒരു ഉപദേശങ്ങളാ, നിങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനം ഒക്കെ കിട്ടും, അങ്ങനെയൊക്കെ പറയുന്ന വൈഫ് സുവിശേഷം എന്ന് പറയും. എന്തുവാണെങ്കിൽ ആള് പിടിച്ചു, ഈ ട്രാക്റ്റൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരെ പിടിച്ചു, പ്രത്യേകിച്ച് എന്നെ മുറുകെ പിടിച്ചു. പിന്നെ ഞങ്ങളുടെ രണ്ടുപേർക്കും മൊബൈലുണ്ട്. എന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഇവിടെ മൊബൈൽ എന്റെ പോക്കറ്റിൽ പറഞ്ഞു, പെട്ടെന്ന് തരാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു.
ഇവിടെ സോളൻ പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ പിടിക്കപ്പെട്ടു. അന്നേരം ആള് അപ്പോഴത്തേക്ക് ഇയാൾ പറിച്ചു മേടിച്ചു, കൈവശത്തിലാക്കി. പിന്നെ ബാഗൊക്കെ ആളുടെ കൈവശത്തിലാക്കി. പിന്നെ ഞങ്ങളെ ആ റെയിൽവേ സ്റ്റേഷൻ ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. വെയിറ്റിംഗ് ഷെഡ് തന്നെ അറ്റാച്ച് ബാത്റൂം ഉണ്ട്. ഞങ്ങളെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇരുത്തിയിട്ട് പെട്ടെന്ന് ഫുള്ളി ഫോൺ വിളിക്കാൻ തുടങ്ങി. കുറെ ആൾക്കാരെ ബാബാ ഇവിടെ ഞങ്ങള് ഈ സീഡിയുടെ താഴെ ഇരിപ്പുണ്ട്, സീഡിയുടെ സ്റ്റെപ്പിന്റെ താഴെ ഇരിപ്പുണ്ടെന്ന്. അന്നേരം ഒരു വണ്ടി ആൾക്കാർ വന്നു, AC വണ്ടിയിൽ വന്നു. അവർ വന്ന ആൾക്കാരെല്ലാം എൻ്റെ ചെള്ള കിട്ടി. പിന്നെ ഇടി തലയിലും എവിടൊക്കെ കിട്ടുന്നു, എൻ്റെ വായിലും മൂക്കിൽ നിന്നൊക്കെ ചോര വരാൻ തുടങ്ങി. ഞാനക്കരയുക, പാവങ്ങളാ ഞങ്ങൾ വെറുതെ വിട്ടേക്ക്, ഞങ്ങൾ പൊക്കോളാം കേരളത്തിലും. പക്ഷേ ഇവർക്ക് ഒരേറെ കിട്ടിയ ഇവരെങ്ങനെ അങ്ങ് വിടുന്നത്? ഇവർ പിന്നെ കുറെ അടി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പറഞ്ഞു വണ്ടിയിൽ ഇരിക്കാൻ പറഞ്ഞു. വണ്ടിയിലിരുന്ന് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവിടാം. പക്ഷെ വീട്ടിൽ കൊണ്ടുവല്ലായിരുന്നു. 45 കിലോമീറ്റർ ദൂരെ ഒരു NH-47 കൊണ്ടുപോകായിരുന്നു. പോകുന്ന വഴിക്കെല്ലാം പറയുന്നേ, പോകുന്ന സമയത്തെല്ലാം ഈ വൈഫിന്റെ നെറ്റിൽ പൊട്ടില്ല, സിന്ദൂറില്ല, വളയില്ല, അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി അപവാദം പറയുന്നുണ്ടായിരുന്നു. പിന്നെ കാറിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ അപ്പുറത്തായിട്ട് ആൾക്കാർ ഇരിപ്പുണ്ട്. അന്നേരം ആണ് പറയുന്നത്, പിടിച്ച ആള് പറയുന്നത് ഈ ഭാര്യയുടെ ഈ സ്ത്രീയുടെ കഴുത്ത് കണ്ടിച്ചാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ. പിന്നെ പറയുന്നത് ഈ ഓടുന്ന വണ്ടിയിൽ നിങ്ങളെ തള്ളിയിടും, കുറേ വണ്ടി വന്ന് ഇടിക്കും. അന്നേരം ഞങ്ങൾ പറഞ്ഞ ആക്സിഡന്റ് ആയി. അല്ലെങ്കിൽ കോശി നദി കണ്ടില്ലെങ്കിൽ എന്ന് കോശി നദിയിൽ നിങ്ങളെ തള്ളിയിടും. പിന്നെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ മുങ്ങി മരിക്കും, നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങൾക്ക് രക്ഷ ഇടണമെങ്കിൽ 5 ലക്ഷം തരാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു 5 ലക്ഷമല്ല, ഞങ്ങൾക്ക് 5 പൈസയില്ല. അന്നേരം ഇവർ ചോദിച്ചു ATM കാർഡുണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവർ ബാഗ് തപ്പിയപ്പം ATM കാർഡ് അതെല്ലാം ഉണ്ടായിരുന്നു. ATM കാർഡിന്റെ നമ്പറൊക്കെ ചോദിച്ച് ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ 500 താഴെയുള്ള ഇവർക്ക് വിശ്വാസമില്ല. പിന്നെ ഇവര് അവർ പറഞ്ഞു അവിടെ 40-45 കിലോമീറ്റർ നിങ്ങളെ 2 പേര് വെയിറ്റ് ചെയ്തു, അവരെ ഞങ്ങൾ വിടും, അവരുടെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിക്കും, അതുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്തം തീരുമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞു. അന്നേരം അതുപോലെ തന്നെ അവരെ കൊണ്ടുപോയി. 2 പേര് അവിടെ ഉണ്ടായിരുന്നു. കാറിൽ തന്നെ ഞങ്ങളെ ഇറക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ ചായ കുടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചായ ഒന്നും വേണ്ട, ഞങ്ങളെ വെറുതെ വിടാൻ പറഞ്ഞു. ഇരിക്കുന്നതിന്റെ മുമ്പ് എന്താ ചെയ്ത് ഈ ആളുടെ കൈയുടെ മുട്ടുകൊണ്ട് എന്റെ പുറത്ത് നല്ല ഇടി ഇടിച്ചിട്ട് പറഞ്ഞു ഇനി ഇറങ്ങല്ലേ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഗംഗാ നദിയുടെ വെള്ളം കുടിപ്പിച്ച് നിങ്ങളെ ഹിന്ദു ആക്കാന്ന് പറഞ്ഞു. അന്നേരം ഭാര്യ പറഞ്ഞു ദൈവ ആത്മാവാ, അവിടെ വായിൽ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അന്നേരം ആൾക്ക് സൂചിച്ചില്ല. ആളെന്തോ ചെയ്തു, അവളെ തൊഴിച്ചു. പക്ഷെ അവിടെ കസേര കൊണ്ടുകൊണ്ട് അവൾ വീണില്ല എങ്ങനെയും. പിന്നെ ഇവര് പെട്ടെന്ന് പിന്നെ കത്തിയെടുത്ത് ഇവിടെ കഴുത്ത് കണ്ടിക്കാനുമല്ല ഇങ്ങനെ ചൊല്ലിയ ചെറിയ കത്തിയാ. ഞാനോർത്ത് ശരിക്കും കണ്ടിക്കുമെന്ന് ഓർത്ത് ഞാൻ കരയാൻ തുടങ്ങി. അന്നേരം ഇതിൽ മനസാക്ഷിയുള്ള ആരും ഇല്ലായിരുന്നു. ഒരു പയ്യൻ മാത്രമുണ്ട്, അവർ പറയും ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവളും ധൈര്യത്തോടെ നിന്നു, ഒന്നും ചെയ്തില്ല. പിന്നെ കാറിൽ ഇരിക്കാൻ പറഞ്ഞു. കാറിൽ ഇരിക്കുമ്പോൾ എന്റെ 2 പേരെ വിട്ട് ATM കാർഡിലെ പൈസ തിരക്കി, പൈസ ചെക്ക് ചെയ്യിപ്പിച്ചു. പൈസ 500 താഴെ ഉള്ളൂ. പിന്നെ കാറിൽ ഇരിക്കുമ്പോൾ പിന്നെ ഇവരുടെ ദൈവത്തിന്റെ അതാണ് പറഞ്ഞപ്പോ വൈഫ് പറഞ്ഞില്ല, കേൾക്കാത്ത മട്ടിലിരുന്നപ്പോ വൈഫിന്റെ കൊങ്ങയ്ക്ക് മുറുക്കെ പിടിച്ചു. അവൾക്ക് ശ്വാസം കിട്ടാതെ ഇരുന്നു. അന്നേരം അവൾ അമ്പറി. അന്നേരം ആൾക്കാർ പറഞ്ഞു, ഫ്രണ്ടിലായിരിക്കുന്ന ആൾക്കാർ പറഞ്ഞു വിട്, വല്ല പ്രശ്നമായ ലേഡി പ്രശ്നമായി തീരും. പിന്നെ ഇവര് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയില്ല. ഇവര് ഇപ്പൊ ഞങ്ങളെ റൈറ്റ് സൈഡിലായിരുന്നെങ്കിൽ വണ്ടി നിർത്തി ഉണ്ടെങ്കിൽ ഇപ്പൊ വണ്ടി തിരിച്ച് ലെഫ്റ്റ് സൈഡിലെ ഗ്രാമത്തിന്റെ അവിടെ നിർത്തി. അന്നേരം കുറെ സ്ത്രീകൾ വന്ന് കൂടിയിട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാർ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വടിയും മുളക്കമ്പും ഹോക്കി സ്റ്റിക്കും ഇഷ്ടിയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്.
പിന്നെ സ്ത്രീകൾ അവിടെ കൂടിയിട്ട് സ്ത്രീകളോട് പറഞ്ഞു പശുമൂത്രം കൊണ്ടുവന്ന് ഇവര് വെള്ളം കുടിപ്പിച്ച് മൂത്രം കുടിപ്പിച്ചേരെ ഹിന്ദു ആക്കാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ച് അവർ വരില്ല, അവർ വന്നില്ല. പിന്നെ ചെറിയ പെട്ടിക്കടയിൽ ഞങ്ങൾ അകത്തിരുത്തിപ്പോ ഈ വൈഫിന്റെ പൊട്ടും സിന്ദൂറൊന്നും ഇല്ലാത്തവരുടെ ഒരു പീക്കിരി ചക്കനെ ഞങ്ങൾ അടിക്കാൻ തുടങ്ങി. അവിടെ ചോദിച്ചു, നിന്റെ ഈ ആരാന്ന് പറഞ്ഞു. ഭർത്താവ്. അന്നാടെ നിന്റെ നെറ്റിൽ പൊട്ടും സിന്ദൂറൊന്നും ഇല്ലാത്ത എന്താണ്? അന്നേരം ഒന്നും പറഞ്ഞില്ല. അന്നേരം കടക്കാർക്ക് പറഞ്ഞു സിന്ദൂർ ഉണ്ടെങ്കിൽ കുറക്കാൻ പറഞ്ഞു. അവിടെ എവിടെ സിന്ദൂർ കിട്ടുന്നത്? പിന്നെ കുറെ നേരം അടിക്കുക ഹോക്കി സ്റ്റിക്കൽ. അന്നേരം ഞാൻ എപ്പോഴും വായന സോറി അന്നേരം പറയുന്നത്, നിന്നോടല്ലേ പറഞ്ഞ നീ ഇംഗ്ലീഷ് പറയല്ലേ എന്ന്. പിന്നെ നീ ഇംഗ്ലീഷ് പറയുന്നേ പക്ഷെ എന്റെ വായന എപ്പോഴും സോറിയാ വരുന്നത്. ഇങ്ങനെ കുറെ നേരം തുടർന്നു. ഈ രാവിലെ പിടിച്ചതാ ഒരു 10-10:30 ഇപ്പൊ വൈകിട്ടാകുന്നു. പിന്നെ ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞു പുറത്തിറങ്ങാൻ പറഞ്ഞു. പുറത്തിറങ്ങിയിട്ട് ഇവര് ഞങ്ങളുടെ പുറകെ നിൽപ്പുണ്ട്, വടിയും ഹോക്കി സ്റ്റിക്കും ഇഷ്ടമുണ്ട്. ഇവിടെ നിർബന്ധമായിട്ട് പറയിപ്പിക്കാൻ ഞങ്ങൾ കേരളത്തിൽ വന്ന് പാവപ്പെട്ട ജനങ്ങളെ മതം മാറ്റുവാണ്. അന്നേരം ഇത് പറഞ്ഞ് വൈറലായി. ഇത് ടിവിയിലും ന്യൂസ് പേപ്പറിലൊക്കെ വന്നു. അപ്പം തന്നെ പോലീസ് വന്നു ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ. ഞങ്ങളെ വിളിക്കാൻ ആരുമില്ല. എന്നുവെച്ചാൽ ഈ പ്രദേശത്തില് ഞങ്ങളെ കാണും ആരുമില്ല, ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനും ആർക്കില്ല. പക്ഷെ ദൈവം ഇടപെട്ടുകൊണ്ട് ആരോ സുപ്പോളിലെ SP ഫോൺ ചെയ്തു. SP SI വിളിച്ചു പറഞ്ഞു ഇവരെ വെറുതെ വിടാൻ. അതുകൊണ്ട് ഞങ്ങൾ അറസ്റ്റ് ആയില്ല. പക്ഷെ ഇങ്ങനെ ഒരു വൈറലായതുകൊണ്ട് പല ദേവദാസന്മാർ, ഡൽഹിയിലെ അനിൽ ശ്യാമേലും പല ദേവദാസന്മാർ ചോദിച്ചു, നിങ്ങൾ എന്തോ പരിപാടിയെ പറഞ്ഞു ചെയ്ത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നോ പറയുന്നത്, നിങ്ങൾ സുബോധത്തോടാന്നോ പറഞ്ഞെന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ ഇത് കഴിഞ്ഞ ഞങ്ങൾ കേരളത്തിൽ വന്നപ്പോൾ ഞങ്ങള് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബീഹാറിൽ വിളിച്ചപ്പോൾ വാതിലടഞ്ഞ്. അന്നേരം റോണി എബ്രാം പാസ്റ്റർ മുഹാദർ, പന്തളത്തിലെ ഒരു പാസ്റ്റർ ഉണ്ട്. ആ പാസ്റ്റർ മുഹാദർ ലവ് ആർമി ക്രൂസൈഡ് ട്രിവാൻഡ്രം പർസുക്കൽ ജെ വിൽസൺ അറിയായിരിക്കും. ആ ജെ വിൽസന്റെ അവിടെ പ്രാർത്ഥിക്കാൻ പോയി. അവരുടെ ഒരു ട്രെയിനിങ് അതാണ്ട് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ് കൂടിയിട്ട് പ്രാർത്ഥനയില് പ്രേയർ ടവറില് ഈ പ്രേയർ ടവറില് 2 മണിക്കൂർ ജനങ്ങൾ ഓരോ 2 പേര് 2-3 പേര് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. 8 തൊട്ട് 10 ആണെങ്കിൽ 10 തൊട്ട് 12 പേര് അങ്ങനെ ഇത് തുടങ്ങിയ സമയത്ത് കോഴിക്കോട് നിന്നും വയനാട് നിന്നും ഒക്കെ പലരും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പൊ നാട്ടിൽ നിന്ന് അധികം ആൾക്കാർ വരാനില്ല. എല്ലാവരും ഇങ്ങനെ വലിയ തേഞ്ഞവരും കാള് ധരിക്കുമ്പോൾ അടക്കപ്പെടാനുള്ള ഒരുങ്ങിയിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഇപ്പം ചില മുത്തരികാർക്ക് പ്രാർത്ഥന വേണ്ടായിരിക്കും. എന്താണെങ്കിലും വരാൻ ഇപ്പൊ ആരും അങ്ങനെ വരാനില്ല. അങ്ങനെ ഇരുന്നപ്പം UP നിന്ന് കുറച്ച് പേര് വന്നു. ഒരു 15 പേര് വന്നു സുൽത്താൻപൂരിൽ നിന്ന്. എന്നിട്ട് അതില് ഒരു വിജയ് പാസ്റ്റർ എന്നാണ് തോന്നുന്നു. ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിൽ വാ, നിങ്ങൾക്കും അനുഗ്രഹം ഞങ്ങൾക്കും അനുഗ്രഹം. ഒരു അവരുടെ ഹിന്ദി ഭാഷയിൽ പറയുന്നു, ഒരു മൈക്കലാലും നിങ്ങളെ തൊടത്തില്ല. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ സൗകര്യമുണ്ട്, നിങ്ങൾക്ക് എങ്ങും ഒന്നും പോകണ്ട, എല്ലാം ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങളെ സംബന്ധിച്ചില്ല. പിന്നെ റൂമിൽ വന്ന് പല പ്രാവശ്യം കായ്പൂപ്പിയൊക്കെ ചോദിച്ചു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചില്ല. പിന്നെ വീഡിയോ കോൾ കൊണ്ട് സംസാരിച്ചു. അവസാനം സജു ചാത്തന്നൂർ ബിജു ഫ്രാൻസിസ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ഞങ്ങളെ UP പറഞ്ഞു വിട്ടു പോകാന് ഞങ്ങൾ തയ്യാറായി. അന്നേരം UP ചെന്നപ്പോ UP എത്തുമ്പോ ഞങ്ങൾക്ക് ഈ ലക്നൌവിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് ആരെയും പരിചയമില്ല. പക്ഷെ ഗ്ലോബൽ പ്രയർ ഗ്രൂപ്പില് മുഹാദർ KT ജോസഫ് പാസ്റ്റർ, മുഹാദർ പാസ്റ്റർ സാബു തോമസ്, ചർച്ചകളിലെ പാസ്റ്ററും വക്കീലും ആ ദേദാസന്റെ നമ്പർ തന്നു. ആ ദേദാസന്റെ വീട്ടിൽ ഞങ്ങൾ കുറച്ച് ദിവസം താമസിച്ചു. പിന്നെ ദേദാസന് മനസ്സിലാക്കി
ഞങ്ങള് ശരിക്കും ദൈവവേലയ്ക്ക് വേണ്ടി ഗ്രാമത്തിൽ തന്നെ പ്രവർത്തിക്കാനാണ് പറഞ്ഞപ്പോൾ കുറച്ച് സാധനം എടുത്ത് പോയി നോക്കിയിട്ട് പോകാൻ പറഞ്ഞു. ഞങ്ങൾ പോയി ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല. ഞങ്ങൾ ഒരു ദിവസം അവരുടെ ഗ്രാമത്തിൽ താമസിച്ചു. താമസിച്ചപ്പോ മനസ്സിലാക്കി അവരുടെ താമസിക്കാൻ ഞങ്ങൾക്ക് വേറെ വീട് എടുത്ത് തരാൻ പറഞ്ഞു. അന്നേരം വീടെടുത്തു തന്നു. അന്നേരം ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ 3 to 5 kilometers ദൂരമാണ് ഞങ്ങൾ താമസിക്കുന്ന ഇടയിൽ. ഞങ്ങൾ അന്നേരം ഒരു ഓട്ടോ വിളിച്ചാലും ഒരു ഓട്ടോയും ഓട്ടോറിക്ഷ നമ്മൾ റിസർച്ച് ചെയ്ത് വിളിച്ചാലും വരത്തില്ല. ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഒരു ദിവസം ഇവർ പറഞ്ഞ മാങ്ത ജാതികളാണ്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഒരു ഓട്ടോ റിക്ഷക്കാരെ വിളിച്ചാലും ഒരു റിസർച്ച് ചെയ്ത് 500 രൂപ കൊടുത്താലും വരത്തില്ല. അത് മനസ്സിലായില്ല. പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവര് കുറെ ആൾക്കാർ തെക്കും ഓടുന്നു, വടക്കും ഓടുന്നു, പടിഞ്ഞാറും ഓടുന്നു. ചില ആരാധന നടത്തി വീട്ടിൽ കയറി ഒളിക്കുന്നു. അന്നേരം മനസ്സിലായി ഇവര് ശരിക്കും കള്ളന്മാരാണ്, പിടിച്ചുപറിക്കാരാണ്. എന്നുവെച്ചാൽ പുതിയ മൊബൈൽ ഏത് കമ്പനിയുടെ ആണെങ്കിൽ 5000 രൂപ കിട്ടും. സെക്കൻഡ് ഹാൻഡ് മൊബൈൽ 2000, 2500 രൂപ. ബൈക്ക് മോഷണം, പിന്നെ സ്ത്രീകളെ ഹാൻഡ് ബാഗൊക്കെ തൂക്കി പോയാൽ അതെല്ലാം പിടിച്ചു പറിക്കും. വള, ഈ മാല എല്ലാം. ആളുകളുടെ തന്നെ പേഴ്സ്, ATM, ബൈക്ക് മോഷണം, നിരന്തരം പോലീസ് വരുന്ന ഏരിയ. പിന്നെ ഇവരുടെ പിള്ളേരാണെങ്കിൽ ഇത് തന്നെ പരിപാടി, അല്ലെങ്കിൽ കച്ചടയൊക്കെ പറക്കി നടക്കുന്ന, സ്കൂളിൽ പോകത്തില്ല. അന്നേരം ഈ വിജയനല്ല സജീവൻ, ഈ സജീവൻ കുറച്ചുപേര് വിശ്വാസത്തിൽ കൊണ്ടുവന്നു. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമില്ല. ഇവർ കയ്യിലും കാലിലും കെട്ടുകൊണ്ട് ഇവരെല്ലാം ഇപ്പോഴും ഇത് തുടരുന്നു. അന്നേരം പിന്നെ ഞാൻ ഒരു ദിവസം പെന്തിക്കോസ് രീതി ആരാധന നടത്തപ്പം എനിക്ക് മനസ്സിലായി ഇവർക്ക് 2 മണിക്കൂർ ഇരിക്കാൻ പോലും ശേഷിയില്ല. അന്നേരം എനിക്ക് മനസ്സിലായി ഇവർക്ക് ഒന്നും അറിയത്തില്ല. ചുമ്മാ കുറച്ച് ഇളക്കപ്പരിപ്പുണ്ട്, ഏതോ പഞ്ചാബിയുടെ യൂട്യൂബിൽ കേട്ടിട്ട് കേൾക്കും. അത് അല്ലാതെ ഒന്നും ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. സജീവൻ എന്ന് പറഞ്ഞ പാസ്റ്റർ പോലും അറിയത്തില്ല. മർക്കോസിന്റെ പുസ്തകം കുറച്ചറിയാം, സങ്കീർത്തനം അറിയാം, പിന്നെ എങ്ങനെയൊക്കെ പുള്ളി ശുശ്രൂഷ നടത്തുന്ന എനിക്കറിയത്തില്ല. അന്നേരം ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല. ഇവരിപ്പോഴും തുടർന്നു. ഈ കറണ്ട് പോയാൽ ഇവർ തമ്മി മുളക്കമ്പുണ്ട് അടിക്കാം. സ്ത്രീകൾ ഭാര്യ തൊഴിക്കുന്ന കണ്ട ഫുട്ബോളെ തൊഴിക്കുന്ന പോലെ. പിന്നെ മയക്കുമരുന്ന്, വ്യഭിചാരം എല്ലാം ഉണ്ട്. അങ്ങനത്തെ ജീവിതം ഇവരുടെ. അന്നേരം ഞാൻ എന്തോ ചെയ്തു, ആരാധന കട്ട് ഷോട്ട് ചെയ്തു, 1 മണിക്കൂറാക്കി. ആദ്യത്തെ 10-15 മിനിറ്റ് ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോകാറില്ല. ദൈവത്തെ വിളിക്കണമെങ്കിൽ ദൈവത്തിൽ എന്തൊക്കെ ഗുണം വേണം. യേശുക്രിസ്തുവിന്റെ സ്നേഹം, രക്ഷ. പിന്നെ ഇവർ കല്യാണം കഴിക്കത്തില്ല. ചെറുക്കനും പെണ്ണും ചുമ്മാ കൂടി താമസിക്കും. കുറച്ച് കഴിയുമ്പോൾ ചെറുക്കൻ പെണ്ണെന്നോട് ടാറ്റ, വേറെ ആളെ പിടിക്കും. പെണ്ണാണെങ്കിൽ അതുപോലെ തന്നെ. അതുകൊണ്ട് ഞാൻ ഇവരെ പഠിപ്പിക്കാൻ തുടങ്ങി കല്യാണം എന്തുവാണ്. അടുത്ത സെക്ഷനിൽ അവരുടെ സാക്ഷിയോളോ പ്രാർത്ഥന വിഷയം പറയാൻ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് കല്യാണം എന്തോനെ കഴിക്കുന്നത്, കുടുംബജീവിതം നയിക്കാൻ എങ്ങനെ നയിക്കണം, മക്കളെ എങ്ങനെ വളർത്തുന്നത്. റോണി പാസ്റ്ററിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ റോണി അബ്രഹാം പാസ്റ്റർ പറഞ്ഞു ഇങ്ങനെ പഠിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഉപദേശത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ്. അന്നേരം ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു മലയാളികൾ നിങ്ങളുടെ മധ്യത്തിൽ വരത്തില്ല. ഞങ്ങൾ വന്ന് പെട്ടുപോയി. നിങ്ങളുടെ ഇവരെ തരുന്ന സ്വത്രാഴ്ച പറഞ്ഞാൽ 100 രൂപ താഴെയാണ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഓർഗനൈസേഷന്റെ കീഴിലില്ല, ഒരു സഭ, ഒരു AGO, IPC അങ്ങനെ ഒരു ചർച്ചിനോട് കീഴിലില്ല. പക്ഷെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ PS ഫിലിപ്പ് പാസ്റ്ററിന്റെ അനിയൻ PS ജോർജ് ബാംഗ്ലൂരിലെ ആ ദേവദാസിന്റെ വിശ്വാസിയായിരുന്നു. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, കല്യാണം കഴിച്ചിട്ടും കുറച്ചു നാള് എൻ്റെ പാസ്റ്ററായിരുന്നു. ആ ദേവദാസന്റെ വിശ്വാസിയായതുകൊണ്ട് ദേവദാസന്റെ സഭയിലെ കുറച്ച് വിശ്വാസികൾ ചിലപ്പോൾ
ചെറിയ സപ്പോർട്ട് തരുമായിരുന്നു. പിന്നെ പാസ്റ്റർ റോണി അബ്രഹാം വിശ്വാസികൾ ചെറിയ സപ്പോർട്ട്. അതുകൊണ്ട് ഞങ്ങൾ റെന്റ് കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരുമായിട്ട് കാര്യങ്ങള് തട്ടിമുട്ടി അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ AG സംസാരം നടക്കൊണ്ടിരിക്കുവായി ഞങ്ങളെ AGയിൽ ചേർക്കാൻ പേപ്പർ വർക്ക് നടക്കുന്നുള്ളൂ. 3 മാസേ പ്രവർത്തിച്ചുള്ളൂ. ഞങ്ങളുടെ പ്രവർത്തനമല്ല, ഈ സജീവൻ പാസ്റ്ററിന്റെ പ്രവർത്തനം ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. 3 മാസം പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മധ്യത്തിൽ ആരും വരുന്നില്ല, ഞങ്ങൾ വന്നു, ഞങ്ങൾ പറയാൻ അനുസരിക്കുകയാണെങ്കിൽ മാത്രം നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വോത്രാഴ്ച ഒന്നും വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളെക്കാൾ ആരോഗ്യമുണ്ട്, നിങ്ങൾ പ്രായക്കുറവുണ്ട്, നിങ്ങൾക്ക് വല്ല ജോലി ചെയ്യാൻ. ഞാൻ പറഞ്ഞു, തുണി വിൽക്കുക, നിനക്ക് അല്ലെങ്കിൽ ചെരുപ്പ് വിൽക്കുക, അല്ലെങ്കിൽ വൈറ്റ് ബ്രെഡ് ഓംലെറ്റോ എന്തേലും വിൽക്കുക, അങ്ങനെയൊക്കെ കട നടത്ത്, ചെറിയ എന്തേലൊക്കെ പരിപാടി ചെയ്യും. ഈ കക്കുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തോ ഗുണം? നിങ്ങളെ ഇതുപോലെ ജീവിക്കുന്നു, നിങ്ങളുടെ മക്കളും അത് പഠിക്കുന്നു, കൊച്ചുമക്കളും അതിപ്പോ തന്നെ പഠിക്കുന്നു. ഇതിങ്ങനെ പീഡ് നിങ്ങളെ പോലീസോട് നിങ്ങൾക്ക് സമൂഹത്തിൽ ബഹുമാനവും കിട്ടുന്നില്ല. നിങ്ങൾ ഒന്നി ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക, ദൈവ രീതി ജീവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പഴയ രീതിയിൽ പോകുന്നതാണ്. നിങ്ങൾ ഗുണപ്പെടുന്നില്ലെങ്കിൽ, ഗുണപ്പെടാൻ ആഗ്രഹമില്ലെങ്കിൽ ഞങ്ങൾ നിൽക്കത്തില്ല. അല്ല. പിന്നെ ഞാൻ പറഞ്ഞു, നാളെ ഞങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളും നിങ്ങൾ ആരും ഞങ്ങൾക്ക് നിൽക്കത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം. അല്ലല്ല, നിൽക്കുന്നു. പക്ഷെ ആരും നിന്നില്ല. അതെങ്ങനെ? അങ്ങനെ ചെറിയ ആൾക്കാർ എങ്ങനെ പ്രാർത്ഥിച്ച് പിന്നെ ഇങ്ങനെ നടത്തുന്ന കാരണം, പിന്നെ റോണി അബ്രഹാം പാസ്റ്ററും PS ജോർജ് പാസ്റ്ററൊക്കെ പ്രാർത്ഥിക്കുന്ന ഫലമായിട്ട് ചെറിയ രൂപാന്തരം കുറച്ചു പേർക്ക് വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ജാനുവരി 22-ാം തീയതി പോലീസ് ഞങ്ങളുടെ വീട്ടിൽ വന്ന പിടിച്ചോണ്ട് പോയി. വൈഫ് തുണി അലക്കിയിട്ട് ടെറസിൽ പോയി വിരിക്കാൻ അവർക്ക് തന്നെ പോവാൻ പേടിയായതുകൊണ്ട് എന്നെ വിളിച്ചതാണ്. ഞാൻ ടെറസിൽ പോയപ്പോൾ ടെറസിൽ നിന്ന് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയതാണ്. ടെറസിൽ നിന്ന് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഒത്തിരി ചോദ്യം ചെയ്ത് 2 പോലീസുകാരോട് പറഞ്ഞു വിട്ടു. അന്നേരം ഞങ്ങൾക്ക് ഈ ആദ്യത്തെ അനുഭവമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഹൗസ് അറസ്റ്റ് ആയതാണ്. ഈ തണുപ്പ് സമയം, ജാനുവരി സമയം. അന്നേരം ഞങ്ങൾ ഈ പോലീസുകാരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ചായ വേണോ, കാപ്പി വേണോ, കമ്പിളി വേണോ, വല്ല കഴിക്കാൻ വേണോ എന്നൊക്കെ ചോദിക്കുന്നു. അവർ പറയുന്നത് വേണ്ട. പിന്നെ പോലീസുകാരും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വാതിൽ തൊട്ട് നിങ്ങൾ സുഖമായിരിക്കുന്നു, ഞങ്ങൾ ഓർത്ത് വലിയ കൺസേൺ കൊണ്ട് അവർ ചോദിക്കുന്നത്. സ്നേഹവും കരുതലും കൊണ്ടായിരിക്കും, മനുഷ്യത്വകൊണ്ടാണ് ചോദിക്കുന്നത്. പക്ഷെ പിന്നെ മനസ്സിലായ ഇവര് ചോദിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ മെന്റലായോ എന്നാ തിരക്കുന്നത്. വെച്ചാൽ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ ഇത്രയും നേരം മണിക്കൂർ ഇരുത്തി, ഇപ്പം പോലീസ് പുറത്തിരിപ്പുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ മെന്റലായോ എന്നാ തിരക്കുന്നത്. ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. 23-ാം തീയതി ജാനുവരി ഞങ്ങൾ രാവിലെ എണീറ്റ് സൂം മീറ്റിംഗ് ചേർന്നു. കുറച്ച് ദേവദാസ്, സാബു തോമസ് പാസ്റ്ററും പിന്നെ കുറച്ച് ദേവദാസന്മാരോട് സംസാരിച്ചു. അപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അപ്പോഴത്തേക്ക് പോലീസുകാർ ഞങ്ങളെ വാതിൽ മുട്ടി ഞങ്ങളെ പോലീസ് സ്റ്റേഷൻ പിന്നെയും വിളിച്ചു കൊണ്ടുപോയി. അവിടെ കുറെ നേരം ഇരുത്തിയിട്ട് ഞങ്ങളുടെ ശരീരത്തിലെ ഹോസ്പിറ്റലിൽ കൊണ്ട് ശരീരത്തിൽ എന്തൊക്കെ പാടുണ്ട് അത് നോട്ട് ചെയ്ത് പിന്നെ കോടതി കൊണ്ട് വൈകിട്ട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ചോദിക്കുന്നത്, ഞങ്ങൾ അറസ്റ്റ് നിങ്ങൾ എന്തോന്നാ അറസ്റ്റ് ആകുന്നത്, ഇങ്ങനെയാണോ അറസ്റ്റ് ആകുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ വൈകിട്ടായപ്പോ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചു. വൈകിട്ടായപ്പം ഒരു 7:30 ആയപ്പം ജയിലിൽ കൊണ്ട് ഫ്രണ്ട് വാതിലെത്തുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ജയിലിൽ ഇടാൻ. അന്നേരം ഭാര്യ ചോദിച്ചു, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും. ഞാൻ പറഞ്ഞു, ഇത് ജയില, അങ്ങനല്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ജയിലിനകത്തിട്ടപ്പം, ജയിലിലെന്ന് പറഞ്ഞാല് കോഴിയെ കോഴിക്കൂടിന്റെ അകത്തിട്ടാൽ പിന്നെ എന്തോ അനുഭവം അതുപോലെ. പിന്നെ രാവിലെ തുറക്കത്തുള്ളൂ. എന്നെ ഒരു 50 പേരോ 40 പേരുടെ റൂമിൽ ഇട്ടേക്കുക. ഞാൻ പിന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്താലേ നമുക്ക് വല്ല സഹായം കിട്ടത്തുള്ളൂ. ഞാൻ ഈ തണുപ്പ് സമയമായതുകൊണ്ട് പ്രോസ്റ്റേഷന്റെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം മുട്ടുന്ന കൂടെ അതുകൊണ്ട് എന്റെ പാന്റ് മൊത്തം നനഞ്ഞിരിക്കുക. പിന്നെ ശ്വാസമുട്ടലായതുകൊണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോ 2 പോലീസുകാർ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ജയിലിന്റെ അകത്ത് തന്നെ ഹോസ്പിറ്റലുണ്ട്.
2 ഡോക്ടർമാർ വന്ന്, പാണ്ഡേയും പിന്നെ വേറെ ഒരു ഡോക്ടർ, പേര് ഓർക്കുന്നില്ല. ആ ഡോക്ടർമാർ എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങളൊക്കെ ഇങ്ങനെ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി, ഇങ്ങനൊക്കെ പരിപാടി ചെയ്ത് നിങ്ങളെ ഏത് ദൈവമാണ് നിങ്ങളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എന്നെ റൂമിൽ പറഞ്ഞു വിട്ടു. പിന്നെയും 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഹോസ്പിറ്റലും ഇതുപോലെ തന്നെ അടയ്ക്കപ്പെടും. രാവിലെ തുറക്കുമ്പോൾ ഞാൻ അവിടെ വരാന്തയിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. എന്റെ ചെറിയാണെന്നൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ അതുകൊണ്ടൊക്കെ ഞാൻ ഫേമസ് ആയി. പിന്നെ എന്റെ പേര് ജോസ് പാപ്പച്ചൻ. ഇവർ ആദ്യമായിട്ട് കേൾക്കുന്ന ജോസ് പാപ്പച്ചൻ എന്ന് പറഞ്ഞ പേര്. പാപ്പച്ചൻ പറഞ്ഞ പേര് കേട്ടിട്ടില്ലല്ലോ. പിന്നെ ഇന്ത്യൻ ടോയ്ലറ്റിൽ എനിക്ക് ഇരിക്കാനൊക്കാത്തതുകൊണ്ടും ഞാൻ ഒത്തിരി ഫേമസ് ആയി. ജയിലിൽ എല്ലാവർക്കും അറിയാം, പോലീസുകാർക്കും ജയിൽ പുള്ളികാർക്കും എല്ലാ ബാരക്കിലും എല്ലാവർക്കും അറിയാം ജോസ് പാപ്പച്ചൻ ആരാന്ന്. അങ്ങനെ പിന്നെ ഞാൻ എപ്പോഴും കരഞ്ഞ, ആദ്യത്തെ അനുഭവം എപ്പോഴും കരഞ്ഞ് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരം. അങ്ങനെ ഇരുന്നപ്പോ 2 ദിവസം കഴിഞ്ഞ് 2 പോലീസുകാർ എന്നെ വിളിച്ച് പറഞ്ഞു, വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. അന്നേരം ചോദിച്ചു, നിന്റെ പേരെന്തുവാ? ഞാൻ പറഞ്ഞു ജോസ് പാപ്പച്ചൻ. നിന്റെ അപ്പന്റെ പേര് എന്തുവാ? ഞാൻ പറഞ്ഞു E.T. പാപ്പച്ചൻ. നിന്റെ വല്യപ്പന്റെ പേരെന്തുവാ? വല്യപ്പന്റെ പേര് പറഞ്ഞു. അവർ സ്ഥാപിക്കാൻ നോക്കുക എന്റെ അപ്പനോ വല്യപ്പനോ മതം മാറ്റിക്കൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയായി. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ യേശുവിന്റെ സ്നേഹം അറിയുന്നു, യേശുവിന്റെ രക്ഷ ഞാൻ അനുഭവിക്കുന്നു, അതുകൊണ്ട് ദൈവം വരും. അടുത്ത ചോദ്യം, ഞങ്ങളുടെ ട്രെയിന് ഈ ബസ്സിലോ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിനെ ക്രൂശി തറച്ച് കാണാം. അതെന്തുവാ? യേശു കരയുന്ന പോലെ കാണുന്നത്. പിന്നെ നിങ്ങൾ മരിക്കുമ്പോൾ ദഹിപ്പിക്കുകയാണോ അടക്കുവാണോ? അന്നേരം എന്റെ ചുറ്റിയാളെ ഇങ്ങനെ വളഞ്ഞു നിൽപ്പുണ്ട്. അന്നേരം എനിക്ക് മനസ്സിലായി ഇവർ സംശയം തീർക്കാനല്ല, പരിഹസിക്കാനാണ്. അന്നേരം ഞാൻ തുറന്നില്ല. അന്നേരം ഒരു കൊലപാതക കേസിലെ പ്രതി പറഞ്ഞു, ഈ ജോസ് പാപ്പച്ചന്റെ വായിലൊന്നും കിട്ടത്തില്ല, കിട്ടണമെങ്കിൽ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് ചെയ്യണം. എന്നിട്ടും തുറന്നില്ല. അന്നേരം ഉടനെ പോലീസുകാരൻ പറഞ്ഞു, എന്ന് തൊട്ട് ജോസ് പാപ്പച്ചൻ ഇനി ഹിന്ദുവാണ്, എന്റെ പേര് രാംദുലാരി. ഞാൻ പറഞ്ഞു, നീ രാംദുലാരി പേരെഴുതി എന്റെ നെറ്റിൽ ഒട്ടിക്ക്, നിങ്ങളെല്ലാവരും എന്നെ രാംദുലാരി വിളിക്കുക, ജയിലിലെ പോലീസുകാരും നിങ്ങളെല്ലാവരും വിളിക്കുക, എനിക്കത് വല്ല മാറ്റം ഉണ്ടാകും. ഞാൻ ജനിച്ച ക്രിസ്ത്യാനി, ജീവിക്കുന്ന ക്രിസ്ത്യാനി, മരിക്കും ക്രിസ്ത്യാനി. നിങ്ങൾ കൊല്ലുവാണെങ്കിലും ഞാൻ യേശുവിനെ തള്ളി പറയും. അങ്ങനെ പിന്നെ അതാണ്. പിന്നെ നമ്മൾ ഇവരുടെ പൂജയൊക്കെ വരുമ്പോ, ഇവിടെ ഫാസ്റ്റിംഗ് ഒക്കെ ഇരിക്കുമ്പോ ഇവർ പ്രസാദം കൊണ്ടുവരുമ്പോ ഒക്കെ നമ്മൾ കഴിക്കത്തില്ലാത്ത അത് പുച്ഛമായിരുന്നു, അതുകൊണ്ടും വേർതിർത്തിയായിരുന്നു. അങ്ങനെ 3 മാസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഡോക്ടർമാർക്ക് മനസ്സിലായി ഒരു ഉണർവ് സംഭവിച്ചു. ഇനി ഇയാളെ ഇവിടെ കിടത്തിയാൽ നമ്മുടെ കേസ് ലീക്കാവും. ഇയാളെ എന്നെ തന്ത്രപൂർവ്വം മാറ്റാൻ ശ്രമിച്ചു. തന്ത്രപൂർവ്വം എനിക്ക് രോഗം പ്രയാസം ഉണ്ടായിട്ട് ദൂരെ വേറെ ബാരക്കിൽ വിടാൻ ഇവർക്ക് പെട്ടെന്ന് ഒക്കത്തില്ല. അതുകൊണ്ട് ഏകാന്ത സ്ഥലം ഇതിന്റെ മുന്നേ തന്നെ ഉണ്ടാകും. ഒരാളും കിടത്താൻ സമ്മതിച്ചില്ല. ഒരു തിവാരി മാത്രം കിടത്താൻ സമ്മതിച്ചു. പക്ഷെ രാത്രി ആയപ്പോൾ എന്നെ ആൾക്ക് സംശയമായിരുന്നു. ഞാൻ പറയുന്ന ഒന്നും വിശ്വാസമില്ല, എന്നെ അടിക്കാൻ പറഞ്ഞു. അന്നേരം എങ്ങനെയായാലും ഞാൻ അടിച്ച് രാത്രി കഴിച്ചു കൂട്ടി രാവിലെ പല്ലും തേച്ച് പാത്രമൊക്കെ എടുത്ത് വെളിയിലിരുന്നു. പിന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്തു, ഞാൻ ഇവിടെ കിടക്കത്തില്ല. പിന്നെ 50 പേരുടെ റൂമിൽ പറഞ്ഞു. 50 റൂമിലെന്ന് പറഞ്ഞാൽ ഞങ്ങള് അടുപ്പിച്ച ബെഡ്, ഈ കീറി പറഞ്ഞ കമ്പിളി, പൊടി പിടിച്ച കമ്പിളി, ഇങ്ങനെ അത് 2-3 കമ്പിളി ഇങ്ങനെ നമ്മളെ വിരിച്ച് അത് മെത്ത പോലെ പൊക്കിയിട്ട് അതിലെ കിടക്കുന്നത്. ഇത് ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പേ ജനലുണ്ട്. ഇവരെല്ലാം നിരന്തരം തുപ്പിക്കൊണ്ടിരിക്കും. തുറന്നാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന വെച്ചാൽ പല്ലെന്ന് പറഞ്ഞാൽ ഒന്നി ഭയങ്കര ചുമപ്പല്ല ആയിരിക്കും, അല്ലെങ്കിൽ കരി പോലെ കറുപ്പ്. നമ്മൾ ഓർക്കും ജനിച്ചപ്പോഴേ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഹാംസിന്റെ പാക്കറ്റ് എല്ലാം താഴെ, ബാത്റൂമും അതുപോലെ വൃത്തിയുടെ. ഒരേ ഇതുള്ളൂ. TV ഫ്രണ്ടിലുണ്ട്. TV കാണണമെങ്കിൽ ന്യൂസ് എന്താ കാണണമെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ പോകണം. ഒരാളും ബെഡിൽ ഇരുത്തത്തില്ല, നമ്മളെ തുച്ഛമായിട്ട് കാണും. പിന്നെ പോലീസുകാർ പറഞ്ഞ ജോസ് പാപ്പച്ചന്റെ അടുത്ത് ആരും ഇരിക്കില്ല, ഇയാൾ നിമിഷത്തിന് മതം മാറ്റും. ഈ ജയിലുടനെ ജയിൽവാസികളാണ്. എന്നുവെച്ചാൽ ചായ, പേപ്പർ,
നമുക്ക് ആഹാരം എല്ലാം കൊണ്ടുവന്ന് കുറ്റവാളിയാണ്. അതിലെ ഒരു കുറ്റവാളി റേപ്പ് കേസും മർഡർ കേസിന്റെ പ്രതി ആളും പറഞ്ഞ് ജോസ് പാപ്പച്ചന്റെ എന്നോട് എനിക്ക് പെട്ടെന്ന് മതം മാറ്റും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടല നമ്മൾ എണ്ണിയാൽ 10 or 12 ആയിരിക്കും. ഊളച്ചായ കിട്ടും. ഇതാ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്കാണെങ്കിൽ ഈ റൊട്ടി ആണെങ്കിൽ ഇവർ നല്ലവണ്ണം ഉണ്ടാക്കുന്നത്, മെഷീനിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോ 11:30 12 ആവും. കല്ല് പോലാവും. പരിപ്പേറി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തൊട്ട് കാശ്മീർ വരെ നീണ്ട പരിപ്പേറി. തപ്പി പറക്കിയാൽ ചിലപ്പോ 1 or 2 പരിപ്പ് കാണും. മുളകില്ല, മഞ്ഞളില്ല, കടുവില്ല. നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഈ തോരൻ കടാൻ തോരാണോ ചാണകമാണോ എന്ന് മനസ്സിലാക്കില്ല. അതുപോലെ ഒരു പ്രാവശ്യം കൊണ്ടുവന്നപ്പോ എല്ലാം പുഴുവായിരുന്നു. ഞങ്ങൾ പിന്നെ പിടിച്ചു നിന്നെന്ന് പറഞ്ഞാൽ പല ദേവദാസന്മാർ ഞങ്ങൾക്ക് ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, പാക്ഡ് ഫ്രൂട്ട്സ് കൊണ്ടുവരാറ്. ഈവൻ ഇന്ത്യ മിഷനിലെ എബി മാത്യു സാറും പിന്നെ കുറച്ച് പേര് ഞങ്ങളെ കാണാൻ വന്നു. അന്നേരം കാണാൻ വന്നപ്പോൾ അവർ കണ്ടു പോയി കഴിഞ്ഞപ്പോ എന്നോട് ജയിലർ ആളെ വിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞയപ്പിച്ചു, നിങ്ങളെ കാണാൻ വരുന്ന 10 പേരുടെ പേര് തരാം. ഞാൻ പറഞ്ഞു, എങ്ങനെ 10 പേരുടെ പേര് ഞാൻ തരുന്നത്? നാളെ മത്തായിച്ചാന്, സക്കരിയാച്ചാന്, കുര്യന് അല്ലാക്കി ജെയിംസ് കാണാൻ വരുന്നത് ഞാൻ എങ്ങനെ നിശ്ചയിക്കും? അതുകൊണ്ട് ഞാൻ തരാനും. ആരൊക്കെ കാണാൻ വന്നു അവരെ ഒത്തിരി ടോർച്ചർ ചെയ്തു. നിങ്ങൾക്ക് വിദേശത്തിൽ പണം ലഭിക്കുന്നുണ്ടാ നിങ്ങൾ കാണാൻ വരുന്നത്. ഒരു ഏജിയിലെ പാസ്റ്റർ ഉണ്ട് ബസ്തിയിലെ PP ബേബി ദേവദാസു. അവരെ ഒത്തിരി ടോർച്ചർ ചെയ്തു. അവരെ കേരളത്തിൽ വരുന്നോണ്ട് അവിടുന്ന് കേരളത്തിൽ കുറച്ച് ദിവസം അവധിക്ക് വരുന്നതിന് കുറച്ച് കൂടുതൽ സാധനം കൊണ്ടുവന്നു. പോലീസുകാർ ഒത്തിരി അവരെ ചോദ്യം ചെയ്തു. ഇന്റലിജൻസുകാരെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ഏത് ബേസിലാണെന്നാണ്. ദേവദാസ് പറഞ്ഞു, എന്റെ ശമ്പളം കൊണ്ട് കാണുന്ന എന്റെ സഹോദരനെ കാണാൻ വരും, നിങ്ങൾ എന്തോ നടപടി ചെയ്യാണ്, എന്ത് നടപടി ചെയ്തു എന്ന് പറഞ്ഞു. അവരായിട്ട് ധൈര്യത്തോടെ നിന്നു. അങ്ങനൊക്കെ ഞങ്ങളുടെ കേസ് ആദ്യം ADF ആയിട്ട് 1 മാസം കൊണ്ട് ജാമ്യം ലഭിക്കില്ല, ജാമ്യം തള്ളിപ്പോയി. അപ്പം പിന്നെ സാവു തോമസ് ചർച്ച കൊണ്ട് പാസ്റ്റർ കേസെടുത്തപ്പം ദാസം പറഞ്ഞു 15 ദിവസം അല്ലെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് ജാമ്യം ലഭിക്കും. പക്ഷെ 8 മാസമാണ്. ആദ്യത്തെ അനുഭവമാണ്. ഞാൻ എപ്പോഴും കരഞ്ഞിരിക്കും, ചില സമയത്തെ കരയാതെ ഇരിക്കത്തുള്ളൂ. പല പ്രാവശ്യം അന്നേരം ആരെങ്കിലും ജയിലിൽ കുട്ടികളെ കോടതി പോകുമ്പോ ഞാൻ അവരുടെ ലെറ്റർ കൊടുത്തു വിടും. സാവു തോമസ് പാസ്റ്ററിന്, ഞങ്ങൾ ഇവിടെ തന്നെ പൊലിഞ്ഞു പോകും, നിങ്ങൾക്കൊന്നും ഞങ്ങളെ ചിന്തയില്ല, നിങ്ങൾ ആ മനഃപൂർവ്വം ഞങ്ങളെ ജാമ്യം തരപ്പിക്കാതിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ബന്ധക്കാർക്ക് ഞങ്ങളെ കുറിച്ച് ചിന്തയില്ല, പിന്നെ നിങ്ങൾക്ക് ചിന്ത. പിന്നെ പോലീസുകാരോട് ഞാൻ പറയായിരുന്നു, ഞാൻ ഓടാം, നിങ്ങളുടെ തോക്കില്ലെങ്കിൽ തോക്ക് സംഘടിപ്പിക്കുക, തോക്ക് സംഘടിപ്പിച്ച് ഞാൻ ഓടാം, നിങ്ങൾ തോക്കുകൊണ്ട് എന്നെ വെടിവെച്ച് ഞാൻ കൊഴിഞ്ഞ് താഴെ വീഴും, മരിക്കും. അന്നേരം നിങ്ങൾ പറയണം എക്കൗണ്ടറായി. അങ്ങനെ പറയാറുണ്ട്. എന്നുവെച്ചാൽ ഞാൻ റിച്ചാർഡ് വമ്പനാടും പിന്നെ അപ്പോസ്തലന്മാരുടെ കഥയൊക്കെ വായിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ എന്റെ കഥ അവസാനിക്കും. അതുകൊണ്ടൊക്കെ ഞാൻ പറയാറുണ്ട്. അന്നേരം കുറച്ച് പോലീസുകാർ എന്നോട് സ്നേഹത്തോടെ ഇടപെടും, കുറച്ച് പോലീസുകാർ എന്നോട് ദേഷ്യപ്പെടും, നിങ്ങളിപ്പം ഞാൻ ഡീലറിന്റെ അടുത്ത് കൊണ്ടുപോട്ടെ എന്നൊക്കെ പറയാം. അങ്ങനെയാണെങ്കിലും ഞാൻ അവസാനത്തിൽ ചിന്തിച്ചു, ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ 40 ദിവസം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. 40 ദിവസം ഉപേക്ഷിച്ചപ്പോൾ തീരുമാനിച്ചു. 30 ദിവസം ആയപ്പോഴത്തേക്ക് ഈ പ്രാവശ്യം ഉപേക്ഷിക്കുമ്പോൾ ദൈവം എന്റെ കുറകൾ മനസ്സിലാക്കി തന്നു. അതെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവം അത്ഭുതം ചെയ്തു. 30 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ജാമ്യം ലഭിച്ചു. സെപ്റ്റംബർ 6 2023 കിട്ടി. സാവു തോമസ് പാസ്റ്ററും പിന്നെ കുറച്ച് വക്കീൽമാരും ഞങ്ങളെ പെട്ടെന്ന് പുറത്തിറക്കാൻ ലോക്കൽ ആൾക്കാരെ നിർത്തി. പക്ഷെ പോലീസുകാരെന്തോ ചെയ്തു, അവരുടെ വീട്ടിൽ പോയി അവർ റെയ്ഡ് ചെയ്തു.
അവരെ ഉപദ്രവിച്ച് അവരെ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ജാമ്യം തരാൻ പിൻവലിച്ചു. അന്നേരം സാബു തോമസ് ദേദാസൻ ഒരേ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് 4 ലക്ഷം അറേഞ്ച് ചെയ്തു. 2 ലക്ഷം എനിക്ക്, 2 ലക്ഷം ശ്രീകേഷ്. പിന്നെ സാബു തോമസ് പാസ്റ്ററും സാബു തോമസിന്റെ മകന്, സാബു തോമസിന്റെ വിശ്വാസി, പിന്നെ കാൺപൂരിലെ ദേദാസൻ, ഇവര് പറഞ്ഞ ദേദാസന ഞങ്ങൾക്ക് വേണ്ടി ജാമ്യം തരും. എന്നിട്ടും എന്നിട്ടും പോലീസ് ഇവരെ ഒത്തിരി ഓടിച്ച് നടത്തി. പക്ഷെ അവസാനം 23-ാം തീയതി ഞങ്ങൾ പുറത്തു വന്നു. ഞങ്ങളുടെ 3 FIR. ഒന്ന് ബൈബിൾ കൊടുത്ത മതം മാറ്റുന്നു, രണ്ടാമത് പിള്ളേരെ പഠിപ്പിക്കുന്നു, ജനങ്ങൾക്ക് ബോധവൽക്കരണം വരുത്തുന്നു, മൂന്നാമത്തെ പരാതി ഞങ്ങൾ ആഹാരം വെച്ച് പറഞ്ഞു. 3 പരാതി രണ്ടാമത്തെ മാത്രമേ ഉള്ളായിരുന്നു. കുറച്ചേരും ശരി, ബാക്കിയെല്ലാം ഇവർക്ക് എഴുതാനും വായിക്കാൻ അറിയത്തില്ല. ബൈബിൾ കൊടുത്തിട്ട് എന്തോ പ്രയോജനം? പിന്നെ നിയമം അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഒരാൾക്കും ബൈബിൾ കൊടുക്കില്ല. പക്ഷെ ഇവർ ദോഷമായി ചിന്തിച്ചു. ഞങ്ങൾക്ക് അത് അനുകൂലമായി. മജിസ്ട്രേറ്റ് ഞങ്ങൾക്ക് വേണ്ടി വക്കീലിന്റെ പേര് മജിസ്ട്രേറ്റ് വാദിച്ച് ബൈബിൾ കൊടുക്കുന്നത് എങ്ങനെ മതം മാറ്റാമെന്ന്. അതുകൊണ്ട് ബൈബിൾ കൊടുക്കാൻ ഒരു അനുകൂലമായിരുന്നു. നിങ്ങൾ അതൊക്കെ പത്രത്തിലൊക്കെ വായിച്ചു കാണാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തന്നെ ആഹാരം തരുന്നില്ല, പിന്നെ ഇവർക്ക് ആഹാരം. അതും ഇതെല്ലാം നല്ല കാര്യമാണ്. പിന്നെ ഈ മജിസ്ട്രേറ്റ് പറഞ്ഞു സെപ്റ്റംബർ 24-ാം തീയതി ആകുമ്പോഴത്തേക്കും ഇവരെ വെറുതെ വിടണം. ഞങ്ങളുടെ എതിരായി ഒരു തെളിവില്ല. 18 പേരെ ഞങ്ങളുടെ എതിരായി സാക്ഷിക്കുന്നത്. ഒരാളും ഞങ്ങളുടെ എതിരായി സംസാരിച്ചു. ഫയർ എഴുതി പോലീസുകാർ എഴുതി തന്നു. നിർബന്ധിക്കപ്പെട്ടുകൊണ്ടാണ്. എനിക്ക് നിയമം ഒന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. എനിക്ക് ഞാൻ നിർബന്ധപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ 40-50 പ്രാവശ്യം കോടതി കയറിയായിരുന്നു. ഞങ്ങളെ വെറുതെ വിടേണ്ടതാണ്. ഞങ്ങളുടെ എതിരെ ഒരു തെളിവില്ല. ഇത് ഞങ്ങളുടെ വീട്ടിൽ പിടിച്ചിട്ട് ഇവരെ ചാർജ് ഷീറ്റിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങളെ മാർക്കറ്റിൽ പിടിച്ചു. അങ്ങനെ ഒരു തെളിവില്ല. അതുകൊണ്ട് ഞങ്ങളെ വെറുതെ വിടേണ്ടതാണ്. ആദ്യം SC/ST ആക്ട് ക്രിമിനൽ ആക്ട് ആക്കാൻ നോക്കി. പിന്നെ അന്നേരം ഞങ്ങളുടെ വക്കീൽമാർ അതിനെ എതിർത്തുകൊണ്ട് ക്രിമിനൽ ആക്ട് അറ്റംപ്റ്റ് ടു കൺവേർട്ട് എന്ന് പറഞ്ഞ് 5 വർഷത്താണോ 25,000 പിഴ. ഈ പ്രാവശ്യം വൈഫ് ജാനുവരി 18-ാം തീയതി 2025 തന്നെ പോയി കോടതി. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞാനും ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് വാങ്ങി കീഴ്പ്പെട്ടു. ഈ പ്രാവശ്യം ജയിലിൽ പോകുമെന്ന് അറിഞ്ഞപ്പോഴേ അനേകർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. കോടതി ജയിലില് ഈ പ്രാവശ്യം പോലീസുകാർ ഞങ്ങൾക്ക് അനുകൂലമായി സ്നേഹത്തോടെ ഇടപെട്ടു. ഈ പ്രാവശ്യം കുറച്ച് ആഹാരം മെച്ചമായിരുന്നു. ഹോസ്പിറ്റലിൽ ഒരു ദിവസവും ഞാൻ കിടക്കേണ്ടി വന്നു. പിന്നെ എന്നെ ഈ പ്രാവശ്യം 18 പേരുടെ റൂമിലാക്കി. ലെഫ്റ്റ് സൈഡ് മെന്റലി ഭ്രാന്തന്മാരായിരുന്നു. റൈറ്റ് സൈഡ് നോർമൽ ആൾക്കാർ. അവര് എനിക്ക് ബെഡ് വിരിച്ചു തന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോ അങ്കിൾ സുഖമായിരിക്കുന്നോ, അങ്കിളിന് വല്ലം വേണോ പൈസ വേണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ ഈ താക്കൂറുകാർ എന്നെ കടിച്ച് എന്റെ അടുത്ത് പല്ലും കടിച്ച് ഇയാളെ 2 അടി ഒപ്പമാണെങ്കിൽ 2 അടി കൊടുക്കണം പറഞ്ഞ് വന്ന് അവര് എന്നോട് ഇടപെട്ട് മനസ്സിലായി. ഞങ്ങൾ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ പ്രാവശ്യം അറസ്റ്റ് ആകുന്ന മുമ്പ് ഞാൻ വലിയ പ്രത്യാശത്തോടും സന്തോഷത്തോടെ ഈ പ്രാവശ്യം ജയിലിൽ പോയി. ഞാൻ രാവിലെ എന്നെ സ്വർഗശില്പിയും ഇങ്ങനെ പ്രത്യാശയുള്ള പാട്ടുകൾ, എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ പ്രാർത്ഥിക്കുമായിരുന്നു. 21-ാം തീയതി സാബു തോമസ് പാസ്റ്ററിന്റെ വീട്ടിലെ കുറച്ച് ദേവദാസന്മാർ എന്നെ ആശ്വസിപ്പിക്കാൻ, ധൈര്യപ്പെടുത്താൻ വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടണ്ട, ഞാൻ എന്റെ സ്വന്തം
വീട്ടിലാ പോകുന്നത്, എന്റെ സ്വന്തം ബന്ധ ചാർച്ചക്കാരെ കാണാനാ പോകുന്നത്. അവർക്ക് ഞങ്ങളെ കാണാത്തതുകൊണ്ട് ഉറക്കം വരുന്നില്ല. കണ്ട് അവരുടെ ക്ഷേമെല്ലാം തിരക്കിയിട്ട് വരാമോ. 3 മാസത്തേക്ക് സാധനം കൊണ്ടുപോയി. പക്ഷേ ദൈവകൃപയാൽ അനുകൂലമായതുകൊണ്ടും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഷീലയ്ക്ക് ഫെബ്രുവരി 5-ാം തീയതി ജാമ്യം ലഭിച്ചു. ഫെബ്രുവരി 6-ാം തീയതി എനിക്കും ജാമ്യം ലഭിക്കുന്നു. എനിക്ക് ഒരു വിശ്വാസമില്ല. ഞാൻ ചുമ്മാ രാവിലെ സാബു തോമസ് പാസ്റ്ററെ വിളിച്ചു. എന്നാൽ സാബു തോമസ് എനിക്ക് തോന്നുന്നു കോടതി തന്നെയാണ്. അവിടെ തന്നെ ഹല്ലേലൂയ ജോസ് പാപ്പച്ചന്റെ പ്രത്യാശ പ്രാർത്ഥന പ്രകാരം ജോസ് പാപ്പച്ചനും ജാമ്യം ലഭിച്ചു. പക്ഷേ പിന്നെയും ഈ ജഡ്ജി വക്കീല് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇറങ്ങാൻ ഒക്കാതിരുന്നത്. ഫെബ്രുവരി 19-ാം തീയതി ഞങ്ങൾ പുറത്തു വന്നു. ലോകമെമ്പാട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി. ഡിനോമിനേഷൻ ഒന്നും നോക്കാതെ എന്തോന്ന് അറിയത്തില്ല. എന്നെക്കാളും കഴിവും പ്രാപ്തിയുള്ള കൃപയുള്ള ദേവദാസന്മാർ ജയിലിലുണ്ടായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. ദൈവത്തിന്റെ ഒരു കരുണ ജോസ് പാപ്പച്ചും ഷീലയുടെ വിഷയം അവർ ഏറ്റെടുത്ത് എല്ലാ സഭകളും മർത്തോമയാണോ യാക്കോബാണോ എല്ലാ മലയാളികളും എനിക്ക് തോന്നുന്നു മൊത്തം ഇളകിയും തോന്നുന്നു. അവർ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോ പുറത്തറിയിക്കുന്നത്. അതും പറയട്ടെ, പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്, പ്രാർത്ഥന വിടുതലുണ്ട്, പ്രാർത്ഥന കൊണ്ട് അസാധ്യത്തിന് സാധ്യമാക്കുന്ന ദൈവം പ്രാർത്ഥന മുന്നേറണം. പ്രാർത്ഥനയിൽ ഇനി മുന്നേറാനാണ്. പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ ചെറിയ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം ജോസ് പ്രകാശ് പാസ്റ്ററിന്റെ കേസ് ക്ലോസ് ആയി. യൂണിവേഴ്സിറ്റിയിലെ വേദാസന്റെ കേസും തീർന്നു. ഇനി സുപ്രീം കോടതിയില് 12 സ്റ്റേറ്റിനെ വോട്ട് ചോദിച്ചിട്ടുണ്ടാവും. ഇനി പ്രാർത്ഥിച്ചാല് ഡിനോമിനേഷൻ ഒന്നും നോക്കാതെ ഒരു സഭയെ നോക്കാം. കാത്തലിക്കാണോ മർത്തോമയാണോ വേദിയാണോ IPC ആണോ ഒന്നും നോക്കാൻ നമ്മള് ആത്മാർത്ഥം പ്രാർത്ഥിച്ചാൽ, സമർപ്പണത്തോട് പ്രാർത്ഥിച്ചാൽ, ബോധത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഈ നമ്മൾക്ക് അനുകൂലമായി തീരും. ആന്റി കൺവെൻഷൻ നിയമം ക്യാൻസലാകും. സുശേഷതൻ വാദം തുറന്നു കിട്ടും. സുശേഷതൻ വാദം തുറന്നു കിട്ടേണ്ടതാണ്. ഇപ്പോഴും നമുക്കറിയാം, ഞാൻ ഇതിൻ്റെ ക്ലോസ് ചെയ്യുന്നേക്കാൾ മുമ്പേ കുറച്ച് കാര്യം പറയാം. നമ്മൾ അറിയാം, ദൈവവചനത്തിലുണ്ട് കഷ്ടമുണ്ട്. കഷ്ടം സഹന സിദ്ധത പ്രത്യാശ തരുന്നു. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, കഷ്ടത്തിൽ ധൈര്യപ്പെടണം. എന്നെ ലോകം അംഗീകരിച്ചിട്ട് പിന്നെ നിങ്ങൾക്കും ഇതിനേക്കാൾ അത് പിന്നെ അന്ത്യകാലത്തില് നിങ്ങൾക്ക് അധികാരികളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. സ്വന്തം ബന്ധക്കാരും തള്ളിപ്പറയും. അതിന്റെ അർത്ഥം കഷ്ടമുണ്ട്. സഭ വളർന്ന കഷ്ടത്തിന്റെ മധ്യത്തിലാണ്. നമ്മൾ വായിക്കുമ്പം ക്രിസ്ത്യ ചരിത്രം പഠിക്കുമ്പോൾ നീറോ ചക്രവർത്തി, ഡോമിനേഷൻ ചക്രവർത്തി, പല ചക്രവർത്തിമാരെ, അപ്പോസ്തലന്മാരെ, ദേവദാസന്മാരെ ഒത്തിരി പീഡിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ദൈവവേല നിർത്താൻ. പക്ഷെ ദൈവവേല നിൽക്കത്തില്ല. എന്ന് വെച്ചാൽ ഏത് ഭരണം വന്നാലും ആര് ചിന്തിച്ചാലും എന്നുവെച്ചാൽ സുശേഷ പ്രവർത്തന മനുഷ്യന്റെ അല്ല, ദൈവത്തിന്. ദൈവജനത്തോടെ ഒരു പാതാളം ഗോപുരം ജയിക്കത്തില്ല. ദൈവം സുശേഷ വേല വളരുന്നുണ്ട്. ഛത്തീസ്ഗഡിലും UP യിലും ഇപ്പോഴും അനേകം രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. അതുകൊണ്ട് നമ്മള് ഈ സമയത്ത് ഉണർന്ന കാലഘട്ടമാണ്. UP യില് പല ജയിലിൽ ഇപ്പോഴും പല ദേവദാസന്മാർ, UP തന്നെ ഒത്തിരി ദേവദാസന്മാർ ഇപ്പോഴും ജയിലിലായിരിക്കുന്നു. പലരുടെ കേസ് ഇപ്പോഴും കോടതി നടക്കുന്നുണ്ട്. ജോസ് പൊളിവില് ദേവദാസൻ 70 വയസ്സാണ്. അവരും ദേവദാസിയുടെ പുറത്ത് കേസ് ഇട്ടേക്കും. അവരെ അറസ്റ്റ് ആയിരുന്നു. അവരുടെ പുറത്ത് പിന്നെ ജാമ്യം ലഭിച്ചപ്പോൾ റേപ്പ് കേസ് വരെ ഇട്ടിട്ടുണ്ട്. അതുപോലെ വിനു രഘുനാഥ്
പിന്നെ രഘുനാഥ് പാസ്റ്ററിന്റെ പുറത്ത് വിജയകുമാർ ദേവദാസൻ, സെൽവൻ പാസ്റ്റർ, അനേക ദേവദാസന്മാരുണ്ട് ഇപ്പോഴും ജയിലായിട്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മള് മിണ്ടാതിരിക്കില്ല, നമ്മൾ പ്രാർത്ഥിക്കണം. ഇവരെല്ലാം പുറത്തിറങ്ങും. കേസ് നടക്കുന്ന പറഞ്ഞ ചില്ലറ കാര്യമല്ല. ഒരു പ്രാവശ്യം കോടതി കയറി ഇറങ്ങുന്ന 10,000 to 15,000 rupees ചെലവാണ്. അങ്ങനെ രാവിലെ പോയാ വൈകിട്ടേ കോടതിയിൽ കാര്യം തീർന്നിട്ട് പുറത്ത് വരത്തുള്ളൂ. വീട്ടിൽ എത്തുമ്പോ രാത്രി 8, 9 മണി, 9:30, 10 മണിയൊക്കെ ആവും. അത്രയും ടയർഡ്സമാണ്. അന്നേരം പൈസയും ചെലവ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, എല്ലാവരുടെയും കേസ് തള്ളിപ്പോണം. പണ്ട് നമ്മുടെ ന്യൂനപക്ഷം ഇപ്പോഴും ന്യൂനപക്ഷം ആയിരിക്കുന്ന എന്താ, നമ്മുടെ കുറവ് തന്നെയാണ് പാലിച്ചിട്ടുള്ളത്. നമ്മൾ നോക്കണം, വടക്കേന്ത്യയിലെ ദേവദാസന്മാര് ഒരാള് രക്ഷിക്കപ്പെട്ടും ദൈവവേലയ്ക്ക് ഇറങ്ങുമ്പോ അവർക്ക് എത്ര കഷ്ടമാണ്. സപ്പോർട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ 2,000-3,000 രൂപ അവരവരുടെ കുടുംബത്തെ നടത്തും. ഒരു കുടുംബത്തില് 5, 6 അല്ലെങ്കിൽ ചിലപ്പോ 7, 8 മക്കളോ ഉണ്ട്. അവരെങ്ങനെ ചിലവ്. അവരുടെ പുറത്ത് കേസാണെങ്കിൽ മലയാളികളെ ഹെൽപ്പ് ചെയ്യും. ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ആരാ? നമ്മുടെ ഇവിടെ കസേരയും പദ്ധതിക്ക് വേണ്ടി കോടികളെ ചെലവാക്കരുത്. പക്ഷേ ഇവിടെ ദേവദാസന്മാർ കഷ്ടപ്പെടുന്നു. ഇവിടെ ആണെങ്കിൽ വടക്കേന്ത്യയില് ഒരു ഗ്രാമത്തിൽ പോയാൽ ഹൗസ് വിസിറ്റിംഗ് ചെയ്യാൻ ഒന്നും കിട്ടത്തില്ല. ചിലപ്പം ചില വീട്ടിൽ വെള്ളം കിട്ടും, കുറച്ച് മനസാക്ഷി ഉണ്ടെങ്കിൽ ചായയും ബിസ്ക്കറ്റ് കിട്ടും. ഇവിടെ ആണെങ്കിൽ ഒരു വീട്ടിൽ പ്രാർത്ഥിച്ചാൽ 500 രൂപയിലും കിട്ടും. ഞാൻ പൈസയ്ക്ക് വേണ്ടി അല്ല പറഞ്ഞു, പിന്നെ അവസ്ഥ മനസ്സിലാക്കാം. ഇവിടെ സുഖമാണ്. അവിടെ അനേകം കഷ്ടപ്പെടും. മക്കളെ സ്കൂളിൽ വിടാൻ നിവർത്തിയില്ല, കോളേജിൽ വിടാൻ നിവർത്തിയില്ല, റെന്റ് കൊടുക്കാൻ, കെട്ടിച്ചു വിടാൻ നിവർത്തിയില്ലാതെ ഭാരപ്പെടുന്നുണ്ട്. ഇന്ത്യ മൊത്തം സുശേഷിക്കപ്പെടണം. നമ്മളറിയാം, വില്യം കേരി പല മിഷണറിമാർ ഇന്ത്യയിൽ വന്നു, സെന്റ് തോമസ് വരെ ഇന്ത്യ വന്നു. പക്ഷെ എന്നും നമ്മുടെ ന്യൂനപക്ഷമായി എന്താ പറഞ്ഞാൽ നമ്മളെ പലരും കംഫോർട്ട് സോൺ വിട്ടിട്ട് ദൈവവേലയ്ക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കംഫോർട്ട് സോണാണ് വേണ്ടത്. പലരും ഇവിടെ ആണെങ്കിൽ പലരും മാളിക വരുന്ന വീടും കോടികളുടെ വണ്ടിയാണ് മേടിക്കുന്നത്. അവിടെ ചിന്ത എന്ന് പറഞ്ഞാൽ ദൈവം ഇനി എപ്പോഴും ഇനി ഒന്നും യേശു പറഞ്ഞ വാക്ക്, യേശു വരും എന്ന് പറഞ്ഞാൽ അത് വെറുതെ പാഴ്വാക്ക, വരത്തില്ല. യേശു വരാൻ താമസിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും പലരും ഇനിയും ഗുണപ്പെടാനുണ്ട്. ഇനി അനേക രക്ഷയിൽ വരാനുണ്ട്. അതുകൊണ്ട് ദൈവം യേശു ക്രിസ്തു താമസിക്കുന്നത്. അതുകൊണ്ട് സുശേഷത്തിന് പണ്ട് അപ്പച്ചന്മാരും കേരളം തന്നെ പണ്ട് ഗോഡ്സ് ഓൺ കൺട്രി ആണ് അറിയപ്പെടുന്നത്. ഇപ്പൊ ഡെവിൾസ് ഓൺ കൺട്രി ആയിരിക്കുന്നു. പലയിടത്തും ഇവിടെ കൊലപാതകം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടത്, മയക്കുമരുന്നിന്റെ വ്യാപാരം, സ്കൂൾ കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ വരെ ഇങ്ങനെ. പിള്ളേരോട് ഒരു കാര്യം പറയാൻ ഒക്കത്തില്ല, അപ്പോഴത്തേക്ക് അവർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയാണ്. പണ്ട് ഇവിടെ കുക്ക് സാഹിബും ആശാരി ഉദ്ദേശികളും സാധു കൊച്ചുണിയും ദേവദാസനൊക്കെ പ്രവർത്തിച്ച സമയം അനേകർ സൗഖ്യം പ്രാപിച്ചു, അനേകർ വിടുതൽ പ്രാപിച്ചു, അനേകർ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി. എന്ന് ആരും ഇറങ്ങുന്നു എന്ന് അനേക ബൈബിൾ കോളേജ് അടയ്ക്കപ്പെട്ടിരിക്കുന്നു. പിള്ളേരില്ല പഠിക്കാൻ. നമ്മുടെ അപ്പച്ചന്മാരും വലിയപ്പച്ചന്മാരും ആ സമയത്ത് കഷ്ടസമയത്ത് ഒന്നും കഴിക്കാനില്ലാത്ത സമയത്ത് കപ്പയും മുള സംബന്ധിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് തമ്മി സ്നേഹം ഉണ്ടായിരുന്നു, തമ്മി കരുതുമായിരുന്നു. അവരുടെ പ്രാർത്ഥന കണ്ണുനീരിന്റെ കാരണം അവർ ആ സമയത്ത് ദൈവവചനം കേൾക്കാൻ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഒക്കെ ചൂട്ടും കത്തിച്ച് പോവായിരുന്നു. എന്ന് നമ്മൾ സഭ അടുത്താണെങ്കിൽ ആർക്കും പോവാൻ താല്പര്യമില്ല. നമ്മളപ്പുറത്തേക്ക് പറയാം നടുവേദന, തലവേദന, നമ്മ വണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കും. പക്ഷേ പണ്ടത്തെ കാലത്ത് അനേകർ എന്ന കൺവെൻഷനും ക്രൂസൈഡൊക്കെ അവരുടെ നടത്തിപ്പുകാരുടെ പ്രശസ്തി അല്ലാതെ ആരും. പണ്ട് യേശു ക്രിസ്തു ലോകത്തിലായിരുന്നു, കച്ചവടക്കാരെ പുറത്താക്കി, എന്ന് കച്ചവടക്കാർ അകത്തായിരിക്കുന്നു.
അങ്ങനെ അനുഭവം. പിന്നെ കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ നമ്മൾ തെക്കും വടക്കും നടക്കും, ചായ മേടിക്കാൻ, ചായ കുടിക്കാനും കാപ്പി മേടിക്കാൻ, പിന്നെ വല്ല കഴിക്കാനും, അല്ലെങ്കിൽ ഒന്നും വല്ല പുസ്തകം വല്ല വാങ്ങാൻ നമുക്ക് ഇഷ്ടമുള്ള ദേവദാസന്മാരുടെ പ്രസംഗം, രാജമേത്ര, ടി ജെ ശ്യാമൽ, അങ്ങനെ വല്ല ദേവദാസന്മാരുടെ പ്രസംഗം ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റേജിൽ കയറിയിരിക്കും, അല്ല പന്തലിൽ പോയി ഇരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ, അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ കല്യാണ ആലോചനയായിരിക്കും ആ സമയത്ത്. ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വരും. അതുകൊണ്ട് ഈ അവസ്ഥ എല്ലാം മാറിക്കിട്ടും. നമ്മുടെ അപ്പച്ചന്മാർ കണ്ണുനീരുകൊണ്ട് പ്രാർത്ഥിച്ച ഫലമായിട്ട് അവർ കഷ്ടപ്പെട്ടുകൊണ്ട് എന്ന് നമ്മുടെ മക്കളും കൊച്ചുമക്കളും വിദേശത്തിലായിരിക്കുന്നത്, അയർലൻഡിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും. ഞാൻ അത് നമ്മുടെ കൊച്ചുമക്കളെ അയർലൻഡ് വിടല്ലേ എന്നല്ല പറയുന്നത്, ദൈവവേലയ്ക്ക് വേണ്ടി ഒരുക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ ലെസ്ബിസം, ഹോമോസെക്ഷുവാലിറ്റി ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ട് ഒരാള് നമ്മുടെ അടുത്തിരിക്കുവായിരുന്നെങ്കിൽ അവരെ പരിചയപ്പെടാനോ അവരോട് ട്രാക്ട് കൊടുക്കാനോ നമുക്ക് ഇപ്പോഴത്തെ കാലത്തൊട്ട് സമയമില്ല. നമ്മുടെ കയ്യിലെല്ലാം മൊബൈലുണ്ട്, അത് തോണ്ടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ അവസ്ഥ. ഈ അവസ്ഥയിലെല്ലാം മടങ്ങി വരട്ടെ. ദൈവസ്നേഹം എല്ലാവരും പറഞ്ഞ് സുശേഷത്തിന്റെ വാദം തുറന്നു കിട്ടട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കേസും ക്യാൻസൽ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ കേരളത്തിലായിരിക്കണമെങ്കിലും ഞങ്ങൾക്ക് വടക്കേന്ത്യയിൽ പോയി പ്രവർത്തിക്കണമെന്ന എപ്പോഴും താല്പര്യം. ദൈവം അവസരം ഒരുക്കണം. ഞങ്ങൾക്ക് ഒരു സ്വന്തമായി വീടില്ല, ഒരു സ്ഥലം ലഭിച്ചിട്ടുണ്ട്. അതിന് വീട് പണിക്ക് ഇനി പൈസയുടെ ആവശ്യമുണ്ട്. അത് പൈസ വേണമെന്നല്ല പറയുന്നത്, പ്രാർത്ഥിക്കണം. ദൈവം ഒത്തിരി തടസ്സങ്ങളുണ്ട്, പ്രതികൂലമുണ്ട് ഇതിന്റെ കാര്യത്തിലും. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും പാസ്റ്ററും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അച്ഛാ. 2 മിനിറ്റ് കൂടി നിൽക്കണേ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമാണ് നമ്മൾ കേട്ടത്. പ്രത്യേകിച്ചും അച്ഛാന് എത്ര ദിവസങ്ങൾ അവിടെ ജയിലിൻ്റെ അകത്തുണ്ടായിരുന്നു നിങ്ങളെ കുടുംബമായിട്ട്? ടോട്ടലി 9 മാസം. ആദ്യ 8 മാസം, ശിക്ഷിച്ചപ്പോൾ 1 മാസം. അതെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മതപരിവർത്തന നിരോധന നിയമം അനുസരിച്ച് ആദ്യമായിട്ടൊരു കൺവിക്ഷൻ, ഒരു വിധി വന്ന കേസ്, അച്ഛൻ്റെ കേസ് ആദ്യമായിട്ടാണ് വിധി വന്ന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. വിധി വരുന്നതിന് മുമ്പേ റിമാൻഡിലും മറ്റുമൊക്കെ ആയിട്ട് വിസ്താര സമയങ്ങളിൽ ജയിലിൽ കിടക്കുന്ന ഒത്തിരി ദേവദാസന്മാർ ഇന്നുമുണ്ട്. എന്നാൽ ഒരു പൂർണ്ണ വിധി വന്ന ഒരാളുടെ മേൽ ആ നിയമം അനുസരിച്ച് വിധി വന്ന് ആദ്യമായിട്ട് ജയിലിൽ കിടന്ന ആളാണ് ജോസ് പാപ്പച്ചാൻ. ജാമ്യത്തിൽ പുറത്തു വന്നു. ഇന്ന് കേരളത്തിലായിരിക്കുന്നു, കേസ് നടക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അച്ഛാ തന്നെ പറഞ്ഞല്ലോ, 2ാമത്തെ പ്രാവശ്യം ജയിലിൽ ചെന്നപ്പോൾ ഒത്തിരി വ്യത്യാസം കണ്ടു. കാരണം അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവ മക്കൾ ഈ പ്രിയ ജോസ് പാപ്പച്ചാനെയും അദ്ദേഹത്തെ പോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് കഷ്ടമനുഭവിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം സിറ്റുവേഷനെല്ലാം വ്യത്യാസം തരും. അച്ഛൻ്റെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജോസ് പാപ്പച്ചാൻ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിലെ വിടുതലും സൗഖ്യവും വിശ്വാസവർദ്ധനയും ഒക്കെ ഉണ്ടാകാൻ പ്രിയച്ചാൻ തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി. പിതാവേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. മധ്യാഹ്ന സമയത്ത് അങ്ങയുടെ പാതയിൽ വരാൻ തന്ന കൃപയ്ക്കായ സ്തോത്രം. രാവിലെ കാലത്തൊട്ട് ഈ സമയം വരെ നിന്റെ സാന്നിധ്യ കൃപ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. കർത്താവേ ഞങ്ങൾക്ക് സ്തോത്രം. പിന്നെ യോഹന്നാൻ പാസ്റ്ററും ഇടയനും കർത്താവേ സ്തോത്രം. ഈ ഹല്ലേലൂയ ഈ മാധ്യമത്തിൽ കർത്താവെ വന്ന് സ്തോത്രം എന്റെ അനുഭവം പങ്കുവെക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രപ്പാ. സ്തോത്രം എന്നെ അറിയിച്ച സ്തോത്രം അനുഭവം കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവയുടെ എന്റെ മഹത്വം അല്ലപ്പാ, നിന്റെ മഹത്വം വെളിപ്പെടാൻ സഹായിക്കണപ്പാ. അനേകർ സ്തോത്രം ഇത് കേട്ടിട്ട് സ്തോത്രം ഹല്ലേലൂയ ആത്മീയമായിട്ട് ബലപ്പെടാൻ സഹായിക്കണപ്പാ. സ്തോത്രം അനുഗ്രഹിക്കപ്പെടാൻ സഹായിക്കണപ്പാ. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കാരണമാക്കണേ. ദേവദാസന്മാർ ജയിലിലായിരിക്കുന്ന ദേവദാസന്മാർ അവർക്ക് ജാമ്യം ലഭിക്കാനും, ജയിലിലായിരിക്കുന്നതും ജയിലിൽ പുറത്തിരിക്കുന്ന എല്ലാ ദേവദാസന്മാരുടെ കേസ് ക്യാൻസലാകാൻ പ്രാർത്ഥിക്കാൻ ഇടയാക്കട്ടെ. സ്തോത്രം. അതൊരു കർത്താവെ സുപ്രീം കോടതിയിലെ സ്തോത്രം 12 സ്റ്റേറ്റിന്റെ റിപ്പോർട്ട് ചോദിച്ചിട്ടോ അത് നിന്റെ ജനങ്ങൾക്ക് അനുകൂലമായി തീരാൻ കർത്താവെ സഹായിക്കണേ.
കർത്താവേ, ഇത് കേൾക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, കുടുംബങ്ങളും മക്കളും എല്ലാം സ്തോത്രം ഹല്ലേലൂയ നിന്റെ സന്നിധി സമർപ്പിക്കാൻ, അനുകരിക്കപ്പെടാൻ സ്തോത്രം ഹല്ലേലൂയ. അനേക മക്കള് സ്തോത്രം ഹല്ലേലൂയ, അനേകർ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ, ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ കാരണമാക്കി തീർക്കണേ. അങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്ന സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, സ്തോത്രം. അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുക, രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗത്തിൽ വിടിക്കരപ്പ സ്തോത്രം. കടഭാരത്താൽ ഭാരപ്പെടുന്ന കടഭാരത്തിൽ വിടിക്കര, ഭവനം ഇല്ലാത്തവർക്ക് ഭവനം നൽകി കൊടുക്കണേ. ഇതെല്ലാം വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസം കാവൽ എല്ലാവരുടെ മേലും, പ്രത്യേകമായ കർത്താവിൻ്റെ ദാസൻ ജോസ് പാവച്ചാൻ്റെ മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ, തൻ്റെ ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു അച്ഛാ. ഒരു പ്രാവശ്യത്തോട് നന്ദി പറയുന്നു. ഇത്രയും സമയങ്ങൾ അനുവദിച്ച് നൽകിയതിലെ പ്രേക്ഷകരോട് നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful time. God bless you. Thank you for watching.